സ്ഥാനത്തിൻ്റെയും നേതാക്കന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഇന്ത്യയിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനം ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ DYFI അതിൻ്റെ മേഖലാ സമ്മേളനങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലെ മേഖലകളിൽ ഒരു 96% മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയങ്ങാടി മേഖലയുടെ പ്രതിനിധി സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്ന് പുതിയങ്ങാടി മേഖലക്കകത്ത് DYFI ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്, DYFIയുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ നിലപാട്, കേരളത്തിൻ്റേത്, കോഴിക്കോട് ജില്ലയുടേത്, പുതിയങ്ങാടി മേഖലക്കകത്ത് DYFI ഏറ്റെടുത്തിട്ടുള്ള സമര പോരാട്ടങ്ങളെക്കുറിച്ചും സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രാദേശിക സമരങ്ങളെക്കുറിച്ചും നന്നായി ചർച്ച ചെയ്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ അവർ ചൂണ്ടിക്കാണിച്ച് തെറ്റുകൾ തിരുത്താനും നേട്ടങ്ങളെ കൂടുതൽ മികവുറ്റതാക്കാനും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും സ്വീകരിച്ച് വളരെ ജനാധിപത്യപരമായി തന്നെ അടുത്ത 1 വർഷ കാലയളവിനുള്ളിൽ പുതിയങ്ങാടി മേഖലയെ നയിക്കേണ്ട ഭാരവാഹികളെ ജനാധിപത്യപരമായി തീരുമാനിച്ചുകൊണ്ട് DYFIയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട് വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച ഉദ്ഘാടക പ്രാസംഗികൻ ചെറുതായിട്ടാണെങ്കിലും വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. നമുക്കറിയാം, നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഒരമ്മ പെറ്റ മക്കളെ പോലെ ഇന്ത്യ രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കുന്ന ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും പരസ്പരം തല്ലിക്കും കൊല്ലിച്ചും അധികാരത്തിൽ കടന്നു വന്ന് 2.5 വർഷം കൊണ്ട് തന്നെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും തകർത്തുകൊണ്ട് കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർഗീയതയുടെ ഇരുള് നമ്മളെ ആകെ മൂടി നിൽക്കുന്ന സമയത്തും അതിനെയൊക്കെ തകർത്തുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ വാദിക്കുന്ന സമയത്താണ് ഈ രാജ്യത്തെ 120 കോടി ജനതയുടെ തലക്ക് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നവംബർ 8-ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന സ്വേച്ഛാധിപതി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മനുഷ്യൻ ഈ രാജ്യത്തിനകത്ത് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. അദ്ദേഹം പറഞ്ഞത് കള്ളപ്പണക്കാരനെ പിടിക്കാനാണ്. മിസ്റ്റർ നരേന്ദ്രമോദി, ആരോടാണ് നിങ്ങൾ ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങ് തെരഞ്ഞെടുപ്പിന്റെ 2 മാസം ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ വിമാനത്തിലും ഹെലികോപ്റ്ററിലും കറങ്ങി നടന്നുകൊണ്ട് പ്രചരണത്തിൽ പറഞ്ഞത്, ഞാൻ അധികാരത്തിൽ വന്നാൽ 100 ദിവസം കൊണ്ട് വിദേശത്തേക്ക് കൊണ്ടുപോയ കള്ളപ്പണം മുഴുവൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഓരോ പൗരന്റെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വീതം നിക്ഷേപിച്ചു തരുമെന്ന് വാത്തോരാതെ പ്രസംഗിച്ച് നടന്ന നരേന്ദ്രമോദി 2.5 വർഷം പിന്നിട്ടിട്ട് ഇപ്പൊ BJP-കാരന് കള്ളപ്പണം പോയിട്ട് അവനവന്റെ അധ്വാനിച്ച പണമെടുക്കാൻ കയ്യില് നിങ്ങൾ കെട്ടിക്കൊടുത്ത 24 ചരട് അത് മുറിച്ച് പാന്റിന്റെ കീശയിലേക്ക് ആരും കാണാതെ വെച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് വരി നിൽക്കേണ്ട ഗതികേട് എങ്ങനെയാ വന്നത്? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കള്ളപ്പണം പിടിക്കാനാണെങ്കിൽ അങ്ങയുടെ മേശപ്പുറത്ത് മൗറീഷ്യസിലെ സ്വിറ്റ്സർലൻഡിലെ ബാങ്കിന്റെ അധികൃതർ ഇതുപോലൊരു പേപ്പർ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യയിൽ നിന്നും കട്ടുകൊണ്ടുപോയ കള്ളപ്പണക്കാരുടെ പേരും അഡ്രസ്സും അടക്കം അവർ കട്ടെടുത്ത തുകയും വിശദമായി എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 10 പേരുടെ പേര് ഉറക്കെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉറക്കെ വായിച്ച് അവരുടെ കട്ടെടുത്ത തുകയുടെ കണക്ക് പറഞ്ഞ് അതിതാ ഇന്ത്യയുടെ ഖജനാവിലേക്ക് തിരിച്ചു പിടിച്ചിരിക്കുന്നു. ബാക്കിയുള്ള കള്ളപ്പണക്കാരെ പിടിക്കാൻ ഈ നാടിന്റെ സഹായം ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം സഹിച്ച് ഇന്ത്യയിലെ ജനത അങ്ങയുടെ കൂടെ നിൽക്കുമായിരുന്നു. എന്താ ഞങ്ങൾ നിൽക്കാത്തത്? ഇതൊരു പൊറാട്ട് നാടകമാണ്. പണ്ട് ഹിറ്റ്ലർ എന്ന് പറയുന്ന സ്വച്ഛാധിപതി ജർമ്മനി ഭരിച്ചിരുന്ന സമയത്ത് അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകന് നാട്ടിലെ മുതിർന്ന മനുഷ്യനോട് ചോദിച്ചു പോലും, ആരാണ് നിങ്ങളുടെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, പേടിയാണ് ഞങ്ങളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണമുണ്ട്. തന്റെ അണികളെ വിശ്വസിച്ചു ഭരണമേൽപ്പിച്ച അണികളെ കൊന്നൊടുക്കിക്കൊണ്ട് അവരുടെ പല്ലുകൾ സ്വന്തം ഷർട്ടിന്റെ ബട്ടൺസ് ആക്കി ഉപയോഗിച്ച ലോകം കണ്ട ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഹിറ്റ്ലർ. ഇന്ന് ആരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ജൂനിയർ ഹിറ്റ്ലർ ആണ് ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ത്യൻ ജനത മറുപടി പറയേണ്ട ഗതികേടിലേക്ക് നമ്മുടെ നാട് പോയിട്ടുണ്ട്.
കുമ്മനത്തിന് സങ്കടം കുമ്മനത്തെ രാജശേഖര എന്ന് വിളിച്ചതിലാണ്. പൊന്നു കുമ്മന, അതിനേക്കാളും വലിയ തെറികൾ വിളിക്കാൻ കേരളത്തിലെ ജനതക്ക് അറിയാഞ്ഞിട്ടല്ല. ഞങ്ങൾക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനപ്പുറത്ത് നിന്ന് ഈ കേരളത്തിലെ ജനത അങ്ങയെ അങ്ങനെ തന്നെ വിളിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിളിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് മുന്നറിയിപ്പ് തരണം. നിങ്ങളുടെ തല തൊട്ടപ്പൻ ഇതേ നയവുമായിട്ടാണ് വീണ്ടും കടന്നു പോകുന്നതെങ്കിൽ കുമ്മനത്തെ പലതും ഞങ്ങൾ വിളിക്കുന്നത് കേൾക്കേണ്ടി വരും നിങ്ങൾ. അതുകൊണ്ട് നേതാവിനോട് പറഞ്ഞു കൊടുക്കണം, ആദ്യം LKGയിൽ പോകാൻ ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കണ്ട. LKGയിലും UKGയിലും 2 വർഷമെങ്കിലും നരേന്ദ്രമോദിയോട് കൃത്യമായിട്ട് യൂണിഫോം ഇട്ട് ആ കുട്ടികളുടെ കൂടെ ഒന്ന് പഠിച്ചാൽ ഇത്തരം തലതിരിഞ്ഞ ഇടപാടുകൾ ഒരു രാജ്യത്തിനകത്ത് നടത്തൂല. നാട് കറങ്ങാണ്. ലോകത്തുള്ള സകലമാന രാജ്യങ്ങളും കണ്ടിട്ട് അതുപോലെ ഇന്ത്യയെ ആക്കണം എന്ന് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതിൽ ഞങ്ങൾ തെറ്റു പറയില്ല. പക്ഷെ അതേ നരേന്ദ്രമോദി തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പരസ്യത്തിന് ഒരു സിനിമാ നടിയെ ഇറക്കിവിട്ട് ചാനലുകൾ തുറക്കുമ്പോഴും കക്കൂസ് ഉണ്ടാക്കാൻ 70 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യക്കകത്ത് ഇപ്പോഴും പരസ്യം പിടിച്ചു നടക്കുന്ന ആ ഇന്ത്യക്കകത്താണ് നമ്മളോട് പറയുന്നത് നമ്മൾ മോഡേണായി പണരഹിത ഇന്ത്യയാക്കി കാർഡിന്റെ ഇന്ത്യയായി മാറണം. അപ്പൊ ഏതാ നടപ്പാക്കേണ്ടത്? ആദ്യം കക്കൂസ് ഉണ്ടാക്കണോ പിന്നെ കാർഡ് ഉണ്ടാക്കണോ? അത് ആദ്യം ഞങ്ങൾ കാർഡ് ഉണ്ടാക്കണോ പിന്നെ കക്കൂസ് ഉണ്ടാക്കണോ? അത് പറഞ്ഞതാ? അതല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞു നിങ്ങൾ സ്വൈപ്പ് ചെയ്യുക, പച്ചക്കറി കടയിൽ കയറുക സ്വൈപ്പ് ചെയ്യുക, ഓട്ടോറിക്ഷയിൽ കയറുക സ്വൈപ്പ് ചെയ്യുക, ബസ്സിൽ കയറുക കണ്ടക്ടർ അടുത്തുനിന്ന് മെഷീൻ വാങ്ങുക സ്വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടമായിട്ട് പോണം. 2000 രൂപ കിട്ടിയ കൂട്ടമായിട്ട് പോണം. കുറുക്കന്റെ കയ്യിൽ ആമ കിട്ടിയ വരിക. നമ്മുടെ നാട്ടിലൊരു കടയിൽ ചെന്നിട്ട് പച്ചക്കറി ചോദിച്ചാൽ 200 രൂപയ്ക്ക് വാങ്ങിയാൽ 2000 രൂപ കൊടുത്താൽ നമ്മളോട് പറയാം സഖാവേ പൈസ ശരിയായിട്ട് തന്നാൽ മതി. ഇറച്ചി വാങ്ങിയ 1 കിലോ 160 രൂപ വാങ്ങിയ 2000 രൂപ കൊടുത്താൽ പറയാം സഖാവേ പൈസ ശരിയായിട്ട് തന്നാൽ മതി. ഈ 2000 കൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോഴാ മൂപ്പര് പറഞ്ഞത് എന്ത്? നിങ്ങൾ കൂട്ടമായിട്ട് പോണം. എൻ്റെ കുട്ടിക്ക് പനി ഉണ്ടായാൽ ഞാൻ അനൗൺസ് ചെയ്യാം. വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്ന് എൻ്റെ കുട്ടിക്ക് പനിയാണ്, ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു, പരിസരത്ത് ആർക്കെങ്കിലും പനിയുണ്ടെങ്കിൽ നമുക്ക് കൂട്ടമായിട്ട് പോകാം. ഞാൻ ഇതാ പച്ചക്കറി വാങ്ങാൻ പോകുന്നു, പരിസര പ്രദേശങ്ങളിൽ ആർക്കെങ്കിലും പച്ചക്കറി വാങ്ങാനുണ്ടെങ്കിൽ നമുക്ക് കൂട്ടമായിട്ട് പോകാം. ഇതാണോ ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പറയേണ്ടത്? 59 തവണ വാക്ക് മാറ്റുക. 50 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ ഉറച്ചു നിൽക്കണം. അതിനപ്പുറത്തേക്ക് 59 തവണ നിയമങ്ങള് മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോ നിങ്ങൾ ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്തത് എന്ന് ഇന്ത്യൻ ജനതക്ക് മനസ്സിലാകും മിസ്റ്റർ നരേന്ദ്രമോദി. അതിന് തെളിവാണ് നവംബർ 8 നോട്ട് നിരോധിച്ചു. നവംബർ 10 ഇന്ത്യ രാജ്യത്തിനകത്ത് റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ഒരു പുതിയ ബാങ്ക് തുറന്നു. അതിന്റെ പേരാണ് ജിയോ പേയ്മെന്റ്സ് ബാങ്ക്. അതായത് പണമില്ലാതെ കാർഡിലൂടെ കളിക്കുന്ന ബാങ്ക്. എങ്ങനെയാ നവംബർ 8 നോട്ട് നിരോധിക്കും? നവംബർ 10 റിലയൻസിന് അത് തുടങ്ങാൻ കഴിഞ്ഞത് അത് മുൻകൂട്ടി അറിയാമായിരുന്നു. ഇനി അത് വിശ്വസിക്കാത്ത സംഘികൾ കേട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അവരോടായിട്ട് ഞങ്ങൾ മറ്റൊരു തെളിവും കൂടി പറയാം. ഈ ജിയോ പേയ്മെന്റ്സ് ബാങ്കിന് ആകെയുള്ളത് 7 ഡയറക്ടർമാരാണ്. അതിലൊരു ഡയറക്ടർ ആരാ? ഇന്ത്യയിലെ കേന്ദ്ര പൊതുമേഖലാ ബാങ്കായ SBIയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അഗർവാൾ എങ്ങനെയാണ് ജിയോ പേയ്മെന്റ്സ് ബാങ്കിന്റെ ഡയറക്ടറായിട്ട് വന്നത്? അപ്പൊ നിങ്ങൾക്കറിയാമായിരുന്നു ഈ നാട്ടിലെ ജനതയെ ദ്രോഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്തതാണ്. ഇത് മുമ്പേ അറിയാമായിരുന്നു എന്നതിന്റെ തെളിവല്ലേ ഗുജറാത്തിലെ രാജ്ഘട്ടിൽ നിന്നും ഇറങ്ങുന്ന അഖില എന്ന് പറയുന്ന RSSന്റെ പത്രത്തില് കഴിഞ്ഞ ഏപ്രിൽ 1 ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ആര്? നരേന്ദ്രമോദിയുടെ വിശ്വസ്ത ചങ്ങാതി ഗണത്ര. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ത്യക്കകത്ത് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിക്കാൻ പോകുന്നു. ഇപ്പൊ നിരോധിച്ചപ്പോ ദേശീയ മാധ്യമങ്ങള് അദ്ദേഹത്തെ അന്വേഷിച്ചു എന്നപ്പോ അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ 1 വിഡ്ഢി ദിനമാണ്, ഇന്ത്യക്കാരെ വിഡ്ഢികളാക്കിയതാണ്. അത് തമാശക്ക് പറഞ്ഞതാണ്. ആയിക്കോട്ടെ, ആ തമാശ ഞങ്ങൾ ഇങ്ങ് എടുക്കാം. എന്നിട്ട് ഞങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു നരേന്ദ്രമോദിയോട്. അങ്ങയുടെ സുഹൃത്ത് ഞങ്ങളെ വിഡ്ഢികളാക്കാൻ തീരുമാനിച്ച ആ തമാശ എങ്ങനെയാണ് കഴിഞ്ഞ നവംബർ 8 രാജ്യത്തിന്റെ സാമ്പത്തിക പോളിസിയായി മാറിയത്? അതിന് ഉത്തരം നിങ്ങൾ പറഞ്ഞു തരണ്ടേ ഞങ്ങൾക്ക്? ആദ്യം അമ്മനെ കൊണ്ടുവന്നിട്ട് ഒരു നാടകം ഉണ്ടായി. അമ്മ 2000 രൂപയും കൊണ്ട് പോയിട്ട് പിന്നെ വന്നിട്ടില്ല.
ഞാൻ ആലോചിക്കുന്നത് 2000 രൂപ കൊണ്ട് 19 ദിവസം ഒരു അമ്മ കഴിയാന്ന് വെച്ചാൽ, അതും ഒരു പ്രധാനമന്ത്രിയുടെ അമ്മ. ആരോടാണ് ഈ നാടകം? മഷി പുരട്ടാൻ പറഞ്ഞു, പിന്നെ നമ്മളൊന്ന് പേടിപ്പിച്ചു. മഷി പുരട്ടണം നിങ്ങൾ. എന്തിന്? 2.5 വർഷം മുമ്പ് ഈ രാജ്യത്തെ 31% വരുന്ന ജനങ്ങള് വിശ്വസ്തയോടുകൂടി മഷി പുരട്ടിയിട്ടാണ് മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾ ഈ നാടിന്റെ പ്രധാനമന്ത്രിയായത്. അങ്ങനെ വിശ്വസ്തയോടെ മഷി പുരട്ടിയ കൈകളിലേക്ക് ഞങ്ങൾ അധ്വാനിച്ച പണത്തിനു വേണ്ടി ഭിക്ഷക്കാരെ പോലെ ബാങ്കിന്റെ മുമ്പിൽ പൊരിവെയിലത്ത് ക്യൂ നിന്നിട്ട് ഞങ്ങൾ ആ പണം ഇങ്ങ് പിൻവലിക്കുമ്പോ ഞങ്ങളുടെ കൈവിരലേക്ക് മഷി പുരട്ടുമ്പോ നരേന്ദ്രമോദി ആലോചിക്കേണ്ടത്, ആ മഷി നിങ്ങൾ പുരട്ടിയത്, ഞങ്ങൾ പുരട്ടിയത് വിശ്വസ്തയോടെയാണെങ്കിൽ അങ്ങ് ഞങ്ങളുടെ മേൽ പുരട്ടാൻ പറയുന്നത് സംശയത്തിന്റെ മഷിയാണെങ്കിൽ, അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആ സംശയത്തിന്റെ മഷി ഞങ്ങള് കളയാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഞങ്ങളുടെ ചൂണ്ടുവിരലില് തിരിച്ചു തരും ഇന്ത്യൻ ജനത ഇതിന് മറുപടി എന്ന് നല്ല ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് നല്ലതാ. ആരെയൊക്കെയാ ഇവര് സഹായിക്കുന്നത്? നവംബർ 8-ാം തീയതിയാണല്ലോ ഇന്ത്യ രാജ്യത്തിലെ ബാങ്കുകളിൽ ഏറ്റവും കൂടുതൽ പണം എത്തിയത്. എങ്ങനെ 8-ാം തീയതി എത്തി? 9-ാം തീയതി എന്ന് പറഞ്ഞാൽ രാത്രി 8:30 8-ാം തീയതി കേട്ടിട്ട് 9-ാം തീയതി കൊണ്ടുചെന്ന് ഇട്ടതാണെന്ന് കരുതാം. പക്ഷെ 8-ാം തീയതി ഇന്ത്യയിലെ കേന്ദ്ര പൊതുമേഖലാ ബാങ്കിനകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കകത്ത് പണം നിക്ഷേപിച്ച ദിവസമായി എങ്ങനെയാ 8-ാം തീയതി മാറിയത്? മാറാൻ കാരണമുണ്ട്. നരേന്ദ്രമോദിയുടെ പാർട്ടി BJPയുടെ പശ്ചിമ ബംഗാളിലെ സംസ്ഥാന ഘടകം 8 കോടി രൂപ ബാങ്കിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ഹരിയാനയിലെ BJPയുടെ സംസ്ഥാന ഘടകം 3 കോടി രൂപ, ഗുജറാത്തിലെ BJPയുടെ സംസ്ഥാന ഘടകം 5 കോടി രൂപ ബാങ്കിനകത്ത് നിക്ഷേപിച്ചത് കൊണ്ടാണ് ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ച ദിവസമായി നരേന്ദ്രമോദി നോട്ട് നിരോധിച്ച ദിവസം ഇന്ത്യക്കകത്ത് മാറിയത്. എന്നിട്ട് നമ്മളോട് പറയാ നമ്മൾ കള്ളന്മാരാണ്. ആരാ മൂപ്പരെ പിന്തുണക്കുന്നത്? ഒരു വിവരമില്ലാത്ത കുറെ ആളുകൾ. വിവരമുണ്ടെങ്കിലും പണം കൊണ്ട് അത് മറന്നവര്. ഒന്ന് മോഹൻലാല്, ഒന്ന് ശ്രീനിവാസന്, ഒന്ന് കുമ്മനം രാജശേഖരൻ, മറ്റേത് ഉള്ളി സുരേന്ദ്രൻ. ഇതല്ലാതെ വിവരമുള്ള ആരാ നരേന്ദ്രമോദിയെ പിന്തുണച്ചത്? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരിൽ ഒരാളായി കൂട്ടാവുന്ന അമർത്യ സെൻ പറഞ്ഞു, നോട്ട് നിരോധനം ശരിയായില്ല. നൊബേൽ സമ്മാനത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ അവാർഡ് വാങ്ങിയ നൊബേൽ സമ്മാന ജേതാവ് പോൾ ക്രൂഗർമാൻ പറഞ്ഞു, നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം ശരിയായ രീതിയിലല്ല. ഈ നാട്ടില് വിവരമുള്ള ഓരോ മനുഷ്യനും നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം ശരിയല്ല എന്നാ പറയുന്നത്. ഇപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി. ഇപ്പൊ BJPക്കാരൻ ഉള്ളി സുരേഖ എന്തൊക്കെ പറഞ്ഞു. ഇവിടെ കോഴിക്കോട് ഉള്ളിയേരിയിലെ ബാങ്കിൽ നിന്നൊക്കെ വായ്പ എടുത്തിട്ട് അഥവാ ഇതങ്ങൾ തള്ളി കിട്ടിയ ബാങ്ക് പൂട്ടിയ മൂപ്പര് ലോൺ അടക്കണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പൂരപ്പറമ്പില് ആന വരണ്ടു എന്ന് പറഞ്ഞിട്ട് ആളുകൾ ചിന്നിച്ചിതറി ഓടുമ്പോ അതിൻ്റെ ഇടയിൽ മാല പൊട്ടിക്കുന്ന കള്ളന്മാരുണ്ട്. അതേപോലെ നോട്ട് നിരോധനത്തിന്റെ മറവിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളെ അങ്ങ് ആകെ തകർക്കാമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട് BJPക്കാരില്. പക്ഷെ അത് നടക്കില്ല. അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ 3,60,00,000 വരുന്ന കേരളത്തിലെ ജനതയിൽ 1,90,00,000 ജനങ്ങളും സഹകരണ ബാങ്കിന്റെ ഉപഭോക്താക്കളാണ് കേരളത്തില്. അങ്ങനെ കേരളത്തിലെ ജനത അവന്റെ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് വിയർപ്പും ചൂരും നീരും വറ്റിച്ച് ഈ സഹകരണ സംഘങ്ങളെ കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ സംരക്ഷിക്കാൻ കേരളത്തിലെ ജനതക്ക് നന്നായിട്ട് അറിയാമെന്ന് BJPക്ക് ഓർമ്മയുണ്ടാകുന്നത് നല്ലതാ. എന്തെല്ലാമാണ് അവരതിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയത്. ഇപ്പൊ അനുഭവിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഒരുപാട് പൊതുയോഗത്തിൽ നിങ്ങൾ കേട്ടതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് നഷ്ടമല്ലാതെ ലാഭം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന പച്ചയായ യാഥാർത്ഥ്യം BJPക്കാരന് വരെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമ്മോയെ രക്ഷിക്കേണ്ട ചുമതല BJPക്കാരന് ഉള്ളത് കൊണ്ട്, ആ കാവിക്കൊടി പിടിക്കുന്നത് കൊണ്ട് അവരിങ്ങനെ അനുകൂലിച്ച് നടക്കുകയാണ്. നടക്കണം നിങ്ങൾ, അങ്ങനെ നടക്കി നിങ്ങൾ. അതിന്റെ മുമ്പ് നമ്മളോട് ചെയ്തത് എന്താ? റേഷൻ കാർഡ്, റേഷൻ വിഹിതം വെട്ടിക്കുറച്ചു. അതും കുമ്മനത്തിന്റെ പണിയാ. കുമ്മനത്തിനെ ഇപ്പോഴും നമ്മൾ രാജശേഖര എന്നാ വിളിക്കുന്നുള്ളൂ. കുമ്മനത്തിന്റെ വിളിക്കേണ്ടത് അതല്ല. റേഷൻ വിഹിതം വെട്ടിക്കുറച്ചല്ലോ കേരളത്തിനകത്ത്. BJPക്കാരൻ നാളെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിന്, എന്താ കേരളത്തിന് കേന്ദ്രത്തിന്റെ അരി
കേന്ദ്രത്തിന്റെ അരി വാങ്ങണത് ഔദാര്യത്തിലല്ല BJP. 1965 സ്റ്റാറ്റ്യൂട്ടറി റേഷന് നിയമപ്രകാരം കേരളത്തിൽ നിന്നും ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഇഞ്ചി, തേയില, കാപ്പി തുടങ്ങിയ വില കൂടിയ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് കൈമാറുമ്പോൾ ഇന്ത്യ അത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് നല്ല വിദേശ നാണയം സമ്പാദിക്കുമ്പോൾ ഞങ്ങൾക്കില്ലാത്ത അരിയും ഗോതമ്പും മണ്ണെണ്ണയും പഞ്ചസാരയും റേഷൻ കടകളിലൂടെ കേരളത്തിലെ ജനതയ്ക്ക് തരണമെന്ന് ഞങ്ങളുടെ അവകാശമാണ്. അതാണ് ഞങ്ങൾ ചോദിച്ചത്. 1 കിലോ ഏലക്കന്റെ പൈസ ഇല്ല. 10-25 കിലോ അരി വാങ്ങിയാലും 1 കിലോ ഏലക്കന്റെ പകരമാവില്ല. അപ്പൊ ഈ നല്ല മുതലങ്ങ് തന്നിട്ട് ഞങ്ങൾക്കില്ലാത്ത മുതൽ ചോദിച്ച് കിട്ടിയിരുന്നു കേരളത്തിനകത്ത്. പിന്നീടാണ് നമ്മളെ സോണിയാഗാന്ധിയുടെ സാരി തലപ്പും പിടിച്ച് ഒന്ന് പറഞ്ഞാൽ ചെവിയാകെ വട്ടം അടക്കി കെട്ടിയിട്ട് ഒരു മനുഷ്യൻ നടക്കും കുതിരപ്പുറത്ത് പോണത് പോലെ. ആ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോ ഈ നിയമം അങ്ങ് മാറ്റി ഭക്ഷ്യ സുരക്ഷാ നിയമം കൊണ്ടുവന്നു. നമ്മുടെ എങ്ങനെയാ അതിന്റെ ചതി മനസ്സിലാക്കിയത്? നമ്മുടെ നാട്ടിലെ നബീസുമ്മി ആമിനുമ്മയും റേഷൻ കടയുടെ മുതലാളി പറഞ്ഞു, റേഷൻ കാർഡ് ആകെ ചളിയായിണ്, വൃത്തികേടായിണ്, നല്ല പുതിയ കാർഡ് കിട്ടുന്നു. ആ സാധുക്കൾ കൊണ്ടുകൊടുത്തതാ. 25 ദിവസം കഴിഞ്ഞപ്പോ റേഷൻ കടയുടെ മുതലാളി കുട്ടി അങ്ങാടി പോയപ്പോ പറഞ്ഞു, റേഷൻ കാർഡ് വന്നിട്ടുണ്ട്, ഉമ്മാനോട് പറയണട്ടാ. ഉമ്മമാര് ഓടിച്ചെല്ലുമ്പോ ആമിനുമ്മാന്റെ കാർഡിന് നീല കളറ്, നബീസുമ്മാന്റെ കാർഡിന് റോസ് കളറ്. അപ്പൊ ഇവർക്ക് ഇതിന്റെ ചതി മനസ്സിലായില്ല. LKG കുട്ടിക്ക് കളിക്കുടുക്ക കിട്ടിയതുപോലെ ഈ റേഷൻ കാർഡിൽ മണത്ത് നോക്കി, വായിച്ചു നോക്കി, ചിത്രം നോക്കി ആ സാധുക്കൾ മേശേന്റെ ഉള്ളിൽ കൊണ്ടുവന്നു. പിന്നെ അരി വാങ്ങാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത്, നീല കാർഡ് കിട്ടിയ ആമിനുമാർക്ക് അരി കുറവാണ്, ചുവപ്പ് കാർഡ് കിട്ടി നബീസുമാർക്ക് അരി കൂടുതലാണ്. ആമിനുമ്മയും നബീസുമ്മയും റേഷൻ കടയുടെ മുമ്പിൽ അടി. അപ്പോഴാണ് ഇടപെട്ടിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലുണ്ടായിരുന്നില്ല, കേന്ദ്ര ഗവൺമെന്റ് എല്ലുണ്ടാക്കി തന്നതാണ്. APL-ഉം BPL-ഉം നിരന്തരം പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ എന്റെ നാട്ടില് കോട്ടക്കല് ടെക്സ്റ്റൈൽസിന്റെ മുതലാളി BPL, അവിടെ അടിച്ചു വരുന്ന ചേച്ചി APL. നമ്മൾ എത്രയാ സമരപ്രക്ഷോഭങ്ങൾ നടത്തിയത്? അതിന്റെ ഭാഗമായി 90% ആളുകളെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താൻ നമുക്ക് BPL-ൽ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ പോകുക. അപ്പോഴാണ് നരേന്ദ്രമോദി വന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആ നിയമത്തെ വീണ്ടും മാറ്റി ഭക്ഷ്യഭദ്രതാ നിയമം കൊണ്ടുവന്നു. കേരളത്തോട് ഒരു പുതിയ സർവേ നടത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. നമ്മളെ ഉമ്മൻചാണ്ടിയാണ് അന്ന് കേരളം ഭരിക്കുന്നത്. അദ്ദേഹം കുടുംബശ്രീയുടെ പ്രവർത്തകരെ അത് ഏൽപ്പിച്ചു. കുടുംബശ്രീന്റെ പ്രവർത്തകർ വീട്ടിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, എത്ര സാരി ഉണ്ട്? സംഗതി 5 ഉള്ളൂ, പക്ഷെ ഞങ്ങൾ തോറ്റു കൊടുക്കും. നമ്മൾ അയൽവാസിയല്ലേ വന്ന് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു 10 ഉണ്ട്. കുട്ടി അത് എഴുതിപ്പോയി. എത്ര ചെരുപ്പുണ്ട് വെച്ച്? അടുക്കളയിലുണ്ട്, പുറത്തുണ്ട്, കക്കൂസിലുണ്ട്, കല്യാണത്തിന് പോകുമ്പോണ്ട് 4 എത്ര ആളുണ്ട് വീട്ടില്? 6 4 24 ചെരുപ്പ് കുടുംബശ്രീന്റെ പ്രവർത്തക എഴുതി. ഫോണോ ഇക്കുണ്ട്, എന്റെ പിയാപ്പൾക്കുണ്ട്, എന്റെ മോനുണ്ട്, മരുവക്കുണ്ട്, പേരക്കുട്ടിക്കുണ്ട്. 5 ഫോണ് എഴുതി. ഈ റിപ്പോർട്ട് അങ്ങ് പോകുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെട്ടിട്ട് പറഞ്ഞതാ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട്, ഇത് ഗുജറാത്ത് പോലെയല്ല. 20 കൊല്ലം നരേന്ദ്രമോദി ചുരിദാറിട്ട് ഭരിച്ച ഗുജറാത്തിനകത്ത് മലം ചുമക്കുന്ന, തോട്ടിപ്പണിയെടുക്കുന്ന 7 ലക്ഷം ജനങ്ങളുണ്ട്. അതുപോലെയല്ല കേരളം വികസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിന് പ്രത്യേക സർവേ നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുക്കണം. നമ്മളെ ഉമ്മൻചാണ്ടിക്കയുടെ നേരം ആലിബാബയും 41 കള്ളന്മാരും മാന്തി കൂട്ടല്ലായിരുന്നോ? ഇതിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞ് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആ പേപ്പർ അങ്ങ് പോയി. പേപ്പറൊക്കെ നരേന്ദ്രമോദിയും കൂട്ടരും പഠിച്ച് തിരിച്ച് 6 അടിച്ച പന്ത് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ആരാ? നമ്മുടെ സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം ഇത് കണ്ടപ്പോ തന്നെ ഇതിനെ ചതി മനസ്സിലാക്കി നേരെ കേരളത്തിന്റെ ഭക്ഷ്യമന്ത്രി, കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കാണാൻ ചെന്നു. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അടുത്ത ഏപ്രിൽ മാസമാകുമ്പോഴേക്കും ഞങ്ങൾ വിശദമായ റിപ്പോർട്ട് എഴുതിത്തരാമെന്ന് പറഞ്ഞപ്പോ കൈ കൊടുത്ത് പിരിഞ്ഞതാണ്. അപ്പോഴാണ് കുമ്മനം ഇടപെട്ടിട്ട് പറഞ്ഞത്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ കിട്ടുന്ന വടിയാണത്, അടിച്ചോളണം മണ്ടക്ക്. ആ അടിയാണ് റേഷൻ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് കേരളത്തിലേക്ക് വന്നത്. കേരളത്തിലെ ഗവൺമെന്റ് ഇടപെട്ട് നല്ല മൊട്ട അരി റേഷൻ കടകളിലൂടെ കിട്ടുന്നുണ്ട്. ബാക്കി സർവേ നടത്താനും റിപ്പോർട്ടുകൾ സമർപ്പിക്കാനുമുള്ള ആളുകളെ നിയോഗിച്ചുകൊണ്ട് ദ്രുതഗതിയിൽ ഈ പരിപാടികൾ കേരളത്തിനകത്ത് നടക്കുക. പക്ഷേ നമ്മളെ കോൺഗ്രസ്സുകാരും ലീഗുകാരും പറഞ്ഞു, നമ്മളെ നാട്ടിലെ യൂത്ത് ലീഗിന്റെ കുട്ടി തൊട്ടടുത്ത മൈമൂൻ താത്താനോട് പറഞ്ഞു, എന്ത് നിങ്ങൾ നല്ലോണം കുത്തി കൊടുത്താടി, പിണറായി വന്നില്ലേ, LDF വന്നില്ലേ, എല്ലാം ശരിയായില്ലേ, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുക. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്.
കേരളത്തിന്റെ ഗവൺമെന്റിന്റെ മുതലാണെങ്കിൽ എന്റെ പൊന്നു ലീഗ് അമ്മ മഞ്ഞ എഴുത്തില് നല്ല കറുപ്പിൽ എഴുതിയിട്ടുണ്ടാവും, മഞ്ഞ പെയിന്റില്. കേന്ദ്രത്തിന്റെ ആണെങ്കിൽ നീലയില് വെള്ള. റേഷൻ കടയുടെ മുമ്പിൽ എപ്പോഴെങ്കിലും ഒന്ന് പോകാൻ നോക്കുക, ഇതിലേതാ അവിടെ കാണുന്നത്. മഞ്ഞയമ കറുപ്പാണെങ്കിൽ ഞങ്ങളാണ് ഉത്തരവാദിത്യം. ആ ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുക്കും. അല്ല എന്നുണ്ടെങ്കിൽ സത്യസ്ഥിതിയെങ്കിലും ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി ഒരുമിച്ച് നിൽക്കേണ്ട കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ പഠിക്കണം നിങ്ങൾ. അതിന് പകരം ഇവിടെ കിടന്നിട്ട് ഇതിന്റെ ഇടയിൽ മീൻ പിടിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ഒരു വഴിക്ക് അത് ഇവര് നടത്തുന്നു. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ദേശീയ ഗാനാണ് വലിയ പ്രശ്നം കേട്ടോ. അത് കേട്ടാൽ നീട്ടി നിൽക്കണോ ഇല്ലയോ സുപ്രീം കോടതിയാണ് പറഞ്ഞത്. ദേശീയ ഗാനം സിനിമകളിൽ എവിടെ ചാക്കട്ടെ, നീട്ടി നിൽക്കാൻ പൂതിയുള്ളവൻ നിൽക്കുക, ബഹുമാനിക്കണോ നിൽക്കണം, അല്ലാത്തോ ഇരിക്കണോനെ. അത്ര RSSനോട് ഞാൻ പറയുന്നുള്ളൂ. ആരെങ്കിലും ദേശീയ ഗാനം കേട്ടതിനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ആ ബഹുമാനിക്കാത്ത ഇന്ത്യയിലെ ഒരു വ്യക്തിയെയും തല്ലാനോ കൊല്ലാനോ അവർക്കെതിരെ ജാഥ വിളിക്കാനോ RSSന് ആരും ടെൻഡർ തന്നിട്ടില്ല. ആ പണിയുമായിട്ട് നിങ്ങൾ ഈ മണ്ണിലേക്ക് ഇറങ്ങരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും എണീറ്റ് നിൽക്കാത്തതായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ ഈ നാടിനകത്തൊരു നിയമ സംവിധാനമുണ്ടോ, അവരത് ചെയ്തോളും. അതിന് പകരം കാവിക്കൊടിയും പിടിച്ച ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ സമയത്ത് ബ്രിട്ടീഷുകാരന്റെ കാല് നക്കി അവർക്ക് വേണ്ടി അവരുടെ എല്ലാ ചെരുപ്പ് വരെ കഴുകി കൊടുത്ത നിങ്ങൾ ഈ രാജ്യത്തെ ഞങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ വരരുത് എന്ന് RSSനോട് പറയാനുള്ളൂ. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരനോട്. പുന്നപ്രയിലും വയലാറിലും കയ്യൂരിലും കരുവള്ളൂരിലും മുനയംകുന്നിലും പാടിക്കുന്നിലും ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാട്ടത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി നൂറുകണക്കിന് രക്തസാക്ഷികളെ ഈ മണ്ണിലേക്ക് കൊടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനം അഭിമാനത്തോടെ ചോദിക്കുക RSSനോട്, രാജ്യസ്നേഹം പറയുന്ന നിങ്ങൾ 25-ലാണ് നിങ്ങൾ നാഗ്പൂരില് പെറ്റുവീണത്. അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഈ നാടിനകത്ത് കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് എന്തേ നിങ്ങൾ ആരും ആ സമരത്തിൽ പങ്കെടുക്കാത്തത്? ഒരു RSSകാരൻ രക്തസാക്ഷിയായിട്ടുണ്ടെങ്കിൽ ആ പേരും കൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കടന്നു പോവാൻ നിങ്ങൾ ഉണ്ടോ? ഒരാളെങ്കിലും 1 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ആ പേരും കൊണ്ടുപോവാ. അപ്പൊ RSSന് ഒരു പേരും കൊണ്ടുവരും, VD സവർക്കർ. ആരാണ്? ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഹിന്ദുത്വവൽക്കരിക്കുകയും എല്ലാ ഹിന്ദുക്കളെയും സൈനികവൽക്കരിക്കുകയും ചെയ്യുക എന്ന ആഹ്വാനം ചെയ്ത VD സവർക്കറെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടപ്പോ വരാന്തേ കൂടി നടക്കുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ട്രൗസർ പിടിച്ചു വലിച്ച് നമ്മൾ അംഗനവാടിക്ക് കുട്ടികളെ കൊണ്ടാക്കിയുണ്ടല്ലോ, അമ്മമാര് സാരിമ പിടിച്ച് കുട്ടികൾ കരണിക്ക് പോണം. അങ്ങനെ VD സവർക്കർക്ക് അറിയാം. അപ്പൊ എന്താ കരയെന്ന് വെച്ച് വിക്ക് പോണം. ഭഗത് സിംഗ് 23-ാമത്തെ വയസ്സിലാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റാത്ത ബ്രിട്ടീഷ് പാർലമെന്റ് അസംബ്ലി കൂടുന്ന സമയത്ത് ബ്രിട്ടീഷുകാരന്റെ ചെവി തുറപ്പിക്കുന്നതിന് വേണ്ടി അസംബ്ലിയുടെ ഇടനാഴികളിൽ ബോംബിട്ടുകൊണ്ട് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞു, ആ 23 വയസ്സുകാരനോട്, സവർക്കറെ, നീ ചെയ്തത് തെറ്റാണ് എന്ന് എഴുതി തന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ മുഖത്തേക്ക് നോക്കി സഖാവ് ഭഗത് സിംഗ് പറഞ്ഞത്, ഞാൻ ഒരിക്കലും ചെയ്തത് തെറ്റല്ല. ഞാൻ ചെയ്തതെന്താ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരൻ വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ ഭാര്യയും കുട്ടിയും 1 മണി അരിക്ക് വേണ്ടിയിട്ട് വിശന്നുകൊണ്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ട് അച്ഛനെ കാത്തിരിക്കുമ്പോൾ 1 മണി അരി കൊണ്ടു കൊടുക്കാൻ കഴിയാതിരിക്കുന്ന കർഷകരാണ് ഇന്ത്യക്കകത്ത്. ബ്രിട്ടീഷുകാരന് വേണ്ടി അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ഇന്ത്യക്കാരൻ കിടന്നുറങ്ങുന്നത് തെരുവിലാണ്. അവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ കേൾക്കണം, കാണണം എന്ന് ഞങ്ങൾ നിവേദനം എഴുതി കൊടുത്ത സമയത്ത് ആ നിവേദനം ഇങ്ങനെ കീറി ചവറ്റുകൊട്ടയിലേക്ക് ഇട്ട ബ്രിട്ടീഷുകാരന്റെ ചെവി തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തതെങ്കിൽ അത് ഈ നാടിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് കഴിമരത്തിലേക്ക് പുഞ്ചിരിയോടെ നടന്നു നീങ്ങിയ ഭഗത് സിംഗിനെ പോലെയുള്ള ചെറുപ്പക്കാർ ജീവിച്ചിരുന്ന കാലയളവിലാണ് VD സവർക്കറെ ബ്രിട്ടീഷുകാരന്റെ ട്രൗസറിൽ പിടിച്ചു വലിച്ച് കരഞ്ഞുകൊണ്ട് പോകണമെന്ന് താങ്കൾ പറഞ്ഞത്. അന്ന് താങ്കൾ എഴുതിയ മാപ്പിനകത്ത് എന്താ പറഞ്ഞത്? ഇതാ ജയിലിന് പുറത്ത് ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നുണ്ട്. എന്നെ നിങ്ങൾ പുറത്തേക്ക് വിട്ടാൽ
ആ ചെറുപ്പക്കാരനെ എന്റെ പിന്നിൽ അണിനിരത്തി ബ്രിട്ടീഷുകാരൻ അനുകൂല മുദ്രാവാക്യം വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് മാപ്പെഴുതി പൊടുത്തു പോന്ന VD സവർക്കറുടെ പേരല്ലാതെ RSS ആരുണ്ട് പറയാൻ? എന്നിട്ട് ഇപ്പൊ ഇറങ്ങുക ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട്. കമലിനെ കമാലുദ്ദീനും മൊയ്തീനെ മൊയ്തീനുദ്ദീനും ഒക്കെ ആക്കാൻ ഒരു പങ്കാളിത്തവും ഇല്ലാതെ അന്ന് ബ്രിട്ടീഷുകാരന്റെ കൂടെ നിന്ന് ഈ നാടിനെ ഒറ്റുകൊടുത്തവരാ. രാജ്യസ്നേഹികളായി വരരുത് എന്ന് RSSനോട് ഇപ്പൊ പറയുന്നുള്ളൂ. ആ രീതിയിലേക്ക് ആരെയൊക്കെ അവർ കൊന്നത്? ഇറച്ചി കഴിച്ചതിന്റെ പേരിലല്ലേ മുഹമ്മദ് അഖിലാഖി എന്ന് പറയുന്ന പാവം മുസ്ലിം സഹോദരനെ RSSകാര് വീട്ടിൽ കയറി ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചു കൊല്ലുന്ന നാടായിട്ട് ഈ നാട് മാറിയത്? ആരാണ് അഖിലാഖി എന്ന് അന്വേഷിച്ചപ്പോ കൂടുതൽ വേദന തോന്നി. ഇന്ന് ഭാര്യ ഗർഭിണിയാണ് എന്ന് ഭർത്താവിനോട് വിളിച്ചു പറയുന്ന നിമിഷത്തില് ആദ്യം അവര് പറയാ, നമ്മുടെ മക്കളെ നമുക്ക് ഡോക്ടറാക്കാം, എഞ്ചിനീയറാക്കാം, വക്കീലാക്കാം. എന്നാൽ അഖിലാഖി എന്ന ഉപ്പ പറഞ്ഞത്, നമുക്ക് നമ്മുടെ മകനെ രാജ്യത്തിന്റെ അതിർത്തികൾ കാത്തു സംരക്ഷിക്കുന്ന പട്ടാളക്കാരനായി രാജ്യസേവനത്തിനു വേണ്ടി പറഞ്ഞയച്ച അഖിലാഖി എന്ന് പറയുന്ന ഒരു ബാപ്പയാണ് RSSകാര് തല്ലിക്കൊന്നത്. ആ വീട്ടിലേക്ക് ആദ്യമായി ഓടിയെത്തിയത് ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് വൃന്ദാക്കാരാട്ടാണ് അഖിലാഖിന്റെ വീട്ടിലേക്ക് ആദ്യമായി ഓടിയെത്തിയത്. ഞാൻ നോക്കി, മുസ്ലിം ലീഗിലെ മഹിളാ മണികളില്ലേ? ഉണ്ട്. കോൺഗ്രസിലെ മഹിളാ മണികളുണ്ടോ? ഉണ്ട്. ആരാണ് മുസ്ലിം ലീഗിലെ മഹിളാ മണി? കമറുന്നീസാൻ പറ. നിങ്ങളെ മായിനാജി പ്രസംഗിച്ചാടിയാന്ന് പറഞ്ഞു. ആരോട്? കമറുന്നീസാൻ. പാവാട്ടോ, പൂതില്ലാഞ്ഞിട്ടല്ല. ഞങ്ങള് നാട്ടിലെ DYFIന്റെ പരിപാടിയിലൊക്കെ പ്രസംഗിക്കാൻ കൊണ്ടല്ലുണ്ട്. മുസ്ലിം ലീഗുകാർക്ക് പിന്നെ 4 ആളെ കൂടുമ്പോ ഇസ്ലാമാകുമല്ലോ. ഒന്നും മായിനാജിയെ ആരോടാ ഈ വെള്ളർക്കണങ്ങള്? നിങ്ങൾ പറയും. കേരളത്തിലെ 50% വരുന്ന സീറ്റുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സംവരണം വന്നപ്പോ പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മഹാനായ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഫോട്ടോയും കോണിയും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരും വെച്ച് ധാരാളം മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ മത്സരിപ്പിച്ചിട്ടുണ്ട്. ധാരാളം പേര് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി ബഹുഭൂരിപക്ഷം വരുന്നവരും നല്ല നിലയിൽ ഭരിക്കുന്നുമുണ്ട്. അല്ലാതെ മായിനാജ് കോഴിക്കോട് ചുരിദാർ വാങ്ങിയിട്ടിട്ടല്ലോ നാടാകെ മത്സരിച്ചത്. പോട്ടെ. ആ കമറുന്നീസാൻ ഞാൻ തെരഞ്ഞപ്പോ, നമ്മൾ തെരഞ്ഞവരെ കാണല് ചാനലിനുള്ളിലാണല്ലോ. തെരഞ്ഞ് ഇങ്ങനെ റിമോട്ട് നെക്കി വന്നപ്പോ ദർശന TV-യിൽ പാവം ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. എത്ര പൊടി വേണം, എത്ര ചക്കര വേണം, ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. നമ്മളെ ബിന്ദു കൃഷ്ണ 37 പിന്നെന്താ വെച്ചാൽ കണ്ണിൽ നോക്കി അനുരാഗ വിലോചനായി എന്നുള്ള പാട്ട് പാടാൻ. ആയിക്കോട്ടെ എന്ന് കരുതി. ഉണ്ടായിരുന്നോ നിങ്ങൾ? ജാർഖണ്ഡിൽ നിന്നും 100 കിലോമീറ്റർ അകലെ റാഞ്ചിയിൽ മുഹമ്മദ് മുജൈമിൽ എന്ന് പറയുന്ന 45 വയസ്സുകാരനെയും അസദ് ഖാൻ എന്ന 15 വയസ്സുള്ള കുട്ടിയെയും നടു റോട്ടിലിട്ട് RSSകാരെ തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കിയ വാർത്ത കണ്ടപ്പോ ആ വീട്ടിലേക്ക് ആദ്യമായി ഓടിയെത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി ആയിരുന്നു. ഒരു കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാവിനെ ഞങ്ങള് അവിടെ കണ്ടിട്ടില്ല. പാകിസ്ഥാനിലെ ഗസൽ ഗായകൻ ഗുലാം അലി, അദ്ദേഹം ഇന്ത്യയിലെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിനകത്ത് ഒരു ഗസൽ പരിപാടിക്ക് ഡേറ്റ് കൊടുക്കുന്നു. RSSകാർ ആ വിവരം മണത്തറിഞ്ഞിട്ട് ഗുലാം അലിയെ വിളിച്ചിട്ട് പറഞ്ഞു, താൻ ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ തന്റെ മയ്യത്ത് ഞങ്ങള് പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞപ്പോ ഗുലാം അലി പറഞ്ഞു, ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നില്ല, എനിക്ക് പേടിയാണ്. അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് MA ബേബിയും DYFIയുടെ അഖിലേന്ത്യാ ഭാരവാഹി സഖാവ് MP രാജേഷും അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, കേരളത്തിന്റെ മണ്ണിലേക്ക് അങ്ങേക്ക് സ്വാഗതം. അദ്ദേഹം പറഞ്ഞു, പേടിയാണ് എനിക്ക്. എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കന്നഡയിലെ എഴുത്തുകാരൻ കൽബുർഗിയെ വെടിവെച്ച് കൊന്ന RSS ഭരിക്കുന്ന നാടാണത്. ശാസ്ത്ര പ്രചാരകനായ നരേന്ദ്ര ദാബോൽക്കറെ കൊന്ന, ചരിത്രകാരനായ ഗോവിന്ദ പൻസാരയെ കൊന്ന, എഴുതിയാൽ നിന്റെ കൈവെട്ടുമെന്ന് പറഞ്ഞപ്പോ എഴുത്ത് നിർത്തേണ്ടി വന്ന തമിഴ്നാട്ടിലെ പെരുമാൾ മുരുകനെ പോലെയുള്ള എഴുത്തുകാർ ജീവിച്ചിരിക്കുന്ന മണ്ണിലേക്ക് എനിക്ക് വരാൻ പേടിയാണ് എന്ന് പറഞ്ഞപ്പോ DYFIയുടെ MP രാജേഷാണ് പറഞ്ഞത്, DYFI കാവലുണ്ട്, കടന്നു വരണം താങ്കൾ എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിച്ച് കടന്നു വന്ന് കോഴിക്കോട് ജില്ലയടക്കം 3 ജില്ലകളിൽ 8 ഗസൽ പരിപാടി അവതരിപ്പിച്ച് ഗുലാം അലിയും മകനും പാകിസ്ഥാനിലേക്ക് മടങ്ങി പോകുമ്പോ ഒരു രോമത്തിന് പോലും പോർലേൽപ്പിക്കാൻ ഒരു RSSകാരനും കടന്നു വരാത്തത് യൂത്ത് ലീഗിനെ കണ്ടിട്ടല്ല, യൂത്ത് കോൺഗ്രസിനെ കണ്ടിട്ടല്ല, മറിച്ച് DYFIയുടെ ഈ ശുഭ്രപതാകയും പിടിച്ച് 10,000 കണക്കിന് ചെറുപ്പക്കാർ ഈ നാടിന്റെ മതനിരപേക്ഷതയ്ക്ക് കാവൽ നിന്നത് കൊണ്ടാണ്.
മുസ്ലിം ലീഗ് കൊണ്ടുവരാ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ മൻ റബ്ബുക്ക മൻ ദീനുക്ക മൻ വോട്ടുക്ക എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ ഈ കാര്യത്തിലുണ്ടല്ലോ മിണ്ടൂല, മിണ്ടാൻ പേടിയാണ്. ആ മിണ്ടാൻ പേടിച്ചിട്ടാണല്ലോ അവരെ പൊന്നാപുരം കോട്ടയണേന്റെ ജില്ല മലപ്പുറത്ത് 2011 നിയമനിർമ്മാണ സഭയിലേക്ക് തരുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം നമ്മളെക്കാൾ അവർക്ക് 3.25 ലക്ഷം വോട്ട് അധികം ഉണ്ടായിരുന്നു ലീഗിന്. 2016 മെയ് 19 തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ മുസ്ലിം ലീഗിന്റെ 3.25 ഭൂരിപക്ഷം വെറും 72,000 കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചത് മതനിരപേക്ഷത സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ത്രാണിയില്ല എന്ന് ഈ നാട്ടിലെ മനുഷ്യർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ചെയ്തു അവര്. സ്വാതി പ്രാച്ചിയല്ലേ പറഞ്ഞത്, മുസ്ലിം സ്ത്രീകൾ 2 കുഞ്ഞുങ്ങൾക്കധികം ജന്മം നൽകിയാൽ ക്രിമിനൽ കേസെടുക്കും. നിരഞ്ജന ജ്യോതി 2021 ഈ രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഞങ്ങള് കൊന്നൊടുക്കി രാമരാജ്യം മതപരിവർത്തനം നടത്തിയോ രാമരാജ്യമാക്കി മാറ്റും പറഞ്ഞില്ലേ അവര്. സാക്ഷി മഹാരാജ് പറഞ്ഞു, നരേന്ദ്രമോദിയെ എതിർക്കുന്നവർ പാകിസ്ഥാനിലേക്ക് പോകട്ടെ. ഗോപാലകൃഷ്ണൻ ഇപ്പൊ പുതിയ ഒരു അവതാരാണ്. 250 റുപ്യ കൂലി വാങ്ങി കുളിക്കൂല, തിരുമ്പൂല്ല, 24 മണിക്കൂറും ചാനലിന്റെ ഉള്ളിൽ പെറ്റെടുക്കുക. ഏഷ്യാനെറ്റ്, ഇന്ത്യ വിഷൻ, അവിടുന്ന് അങ്ങോട്ട് ഉണ്ട് മനോരമ ന്യൂസ്. ജനം ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരു പണിക്കും പോവാതെ ഇതിന് നടക്കുക. എന്നിട്ടുള്ള പോയത്തരം മുഴുവൻ എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ ചങ്ങായി പോവും, അതോട്ട് പോകില്ല. ആകെ പഠിച്ചത് മുസ്ലിം സ്ത്രീകൾ പന്നി കുഞ്ഞുങ്ങളെ പോലെ കൊണ്ടാണ് മലപ്പുറത്ത് ജനസംഖ്യ ഉണ്ടായത്. മൂപ്പരെ കണ്ടുപിടുത്താണ്. എന്തൊരു PhD ആണ് അതൊക്കെ. മൂപ്പത്തിയാരെ വേറൊരു മൂത്തച്ചിണ്ടല്ലോ നമ്മുടെ ശശികല അല്ലെ. ആറ്റിങ്ങലിലെ കടലിൽ ക്രിസ്ത്യാനികൾ മീൻ പിടിക്കാൻ പാടില്ല നമ്മളെ നാട്ടിൽ പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ ആറ്റിങ്ങൽ കടലില്ലാത്തത് നന്നായി. അല്ലെങ്കിൽ ശശികല പിന്നെ ഒരു കാലത്തും മീൻ കണ്ടു കാണൂല അല്ലേ. ഈ രീതിയിലേക്ക് നാടിൻ്റെതാക്കുമ്പോൾ നമ്മളെ മുസ്ലിം യൂത്ത് ലീഗ് ഒരു പ്രകടനങ്ങൾ കണ്ടിരുന്നു. ആ തേങ്ങാപ്പൂളുള്ള പച്ചക്കൊടി 4 കുട്ടികളെ കയ്യിൽ കൊടുത്തിട്ട് 4 ചീത്ത നരേന്ദ്രമോദിനെ വിളിക്കാത്തത് എന്തുകൊണ്ടാ? പേടിയാണ് അവർക്ക്. എന്താ പേടി? കോലീബിയുടെ രഹസ്യങ്ങൾ പുറത്തു വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് 543 MP-മാരുള്ളതിൽ നമുക്കുള്ളത് വെറും 9 MP-മാരാണ്. 9 MP-മാരുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാജ്യം ഭരിക്കുന്ന RSS പേടിച്ചിട്ട് ഡൽഹിയിലെ AKG സെന്ററിന് നേരെ കല്ലെറിയുകയും കരിയോയിലേക്കുകയും ഞങ്ങൾക്കെതിരെ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ സംരക്ഷക പാർട്ടി എന്ന ലേബലില് സമുദായത്തെ പറ്റിച്ച് നടക്കുന്ന മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസില് അതേ RSSകാര് വന്ന് ജ്യൂസും പലഹാരവും കഴിച്ച് കോലീബിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ആരാണ് ഈ നാടിന്റെ മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കുന്നത് എന്ന് ഈ നാട്ടിലെ മനുഷ്യർക്ക് മനസ്സിലാകും. എന്താ മുണ്ടാത്ത പല്ലുവേന തൊണ്ടവേനൊന്നല്ല, മുണ്ടിയ കോലീബിന്റെ രഹസ്യങ്ങൾ RSS പറയും. സമുദായം മുഴുവനും കൂടി എടുത്തിട്ട് അടിക്കും. അതന്നെ, അതാ ചെയ്യാത്തത്. അതുകൊണ്ടാ തോറ്റുപോകുന്നത്. അതുകൊണ്ടാണ് തകർന്ന് തരിപ്പണമാകുന്നത്. പക്ഷെ ഇവര് ഒരു പാർട്ടിനെ ഇവിടെ സജീവമാക്കി വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മുസ്ലിം ലീഗ്. അതിന്റെ പേരാണ് BDJS. എങ്ങനെയാ വന്നത്? മുസ്ലിം ലീഗ് ഇപ്പോൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ പറയും ഞങ്ങളല്ല കൊണ്ടുവന്നത്, നിങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നത്. BJPക്ക് 6 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്താൻ BDJS എന്ന് പറയുന്ന പാർട്ടിയെ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ്. ഞങ്ങൾ അങ്ങനെ വെറുതെ പറയുന്നതല്ല. ഇനി ഞാൻ പറയുന്നതൊന്ന് കേട്ടു നോക്കിയേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന നിയമനിർമ്മാണ സഭയിലേക്ക് ഇന്ന് വരെ ഒരു ജാതി സംഘടനയും ഞങ്ങളെ ജാതിക്ക് മന്ത്രിയെ കിട്ടിയില്ല. പരാതി നമ്മൾ കേൾക്കുന്നില്ല. AC മൊയ്തീനും KT ജലീലും പോരാ, മുസ്ലിങ്ങൾക്ക് ഇനിയും മന്ത്രി വേണമെന്ന് ഒരു ഇസ്ലാം മത സാമുദായിക സംഘടനയും പറയുന്നില്ല. മേഴ്സിക്കുട്ടി അമ്മ പോരാ, ക്രിസ്ത്യാനികൾക്ക് ഇനിയും മന്ത്രി വേണമെന്ന് ഒരു പള്ളിയിലെ അച്ഛനും ഇടയലേഖനം വായിക്കുന്നത് നമ്മൾ കണ്ടില്ല. എന്താ കാണാത്തത്? ഇടതുപക്ഷം MLA-യായും MP-യായും പാർലമെന്റിലേക്കും നിയമനിർമ്മാണ സഭയിലേക്കും ജയിപ്പിച്ചു വിടുന്നത് അവിടെ ജാതിയും മതവും പറഞ്ഞ് SOS വെട്ടിക്കളിച്ചിരിക്കാനല്ല, മറിച്ച് അവനവന്റെ മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങൾ ചങ്കൂറ്റത്തോടെ എണീറ്റ് നിന്ന് പറഞ്ഞ് ആ മണ്ഡലത്തിന്റെ വികസനത്തിന് ആവശ്യമായ ഫണ്ട് വാങ്ങിക്കൊണ്ടുവന്ന് അത് ചെലവഴിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യരെയാണ് ഇടതുപക്ഷം തെരഞ്ഞെടുത്തയക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് നമ്മുടെ മുസ്ലിം ലീഗ് പറഞ്ഞു ഇസ്ലാമിന് 5. ഞാൻ കരുതിയത് ഇസ്ലാം കാര്യങ്ങൾ 5ആണല്ലോ. അതാകുന്ന ഷഹാദത്ത് കലിമ ചൊല്ലുക, പ്രവാചകനായ മുഹമ്മദ് പ്രവാചകനാണെന്ന് അംഗീകരിക്കുക, നിസ്കരിക്കുക, നോമ്പ് നോക്കുക, സക്കാത്ത് കൊടുക്കുക, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുക.
പിന്നെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പറഞ്ഞതാവുന്ന കരുതി. പക്ഷേ അവർ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് 5 വേണം. മുസ്ലിം ലീഗിന് എന്താ വെച്ചാൽ പേരിന്റെ മുമ്പിൽ ഒരു മുസ്ലിം ഉണ്ട്, അതുകൊണ്ടാവും. വേറെ ആർക്കും ഇല്ലല്ലോ. CPIM, CPI, INL, ജനതാദള്, വെൽഫെയർ, മറ്റു മറിച്ചത്. ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിന്റെ മുമ്പിലും ഒരു മതത്തിന്റെ പേരില്ല. പക്ഷെ മുസ്ലിം ലീഗിന്റെ പേരിന്റെ മുമ്പിൽ ഒരു മതമുണ്ട്. പക്ഷെ മുസ്ലിം ലീഗ് ആ മതം നിങ്ങളുടെ നേതാക്കന്മാര് മാനത്തേക്ക് വാ പൊളിച്ചു നിന്നപ്പോ വിമാനത്തിൽ നിന്നും വായില് കടർന്നു വീണ് കിട്ടിയതല്ല. പ്രവാചകനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. അദ്ദേഹത്തിന്റെ മരണത്തിനു മുമ്പ് അറേബ്യയാകെയും മരണത്തിനു ശേഷം 4 ഖലീഫമാർ മുഖാന്തിരം ലോകമാകെയും പ്രചരിപ്പിച്ച കോടിക്കണക്കിന് മനുഷ്യർ വിശ്വസിക്കുന്ന മതത്തിന്റെ പേരാണ് ലീഗെ ഇസ്ലാം. ആ മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനെ വിളിക്കുന്ന പേരാണ് മുസ്ലിം. അതിന്റെ പേരെടുത്തണിഞ്ഞ് നിങ്ങൾ മഞ്ഞളാങ്കുഴിക്ക് 5, ഇസ്ലാമിന് 5. ഞാൻ ആലോചിച്ചു, ഈ 5 അല്ല. ഇസ്ലാം കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് 8 വരെ മദ്രസയില്. ആ പഠിച്ചതിലൊന്നും മഞ്ഞളാങ്കുഴിനെ മന്ത്രിയാക്കണമെന്നോ ഖുർആനിൽ 6666 ആയത്തിലില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞു ഇസ്ലാമിന് 5. അപ്പോഴാണ് നമ്മളെ വെള്ളാപ്പള്ളി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഹിന്ദു ലീഗ് ഉണ്ടാകും. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നമ്മൾ പറഞ്ഞു പാടില്ല, ഈ കേരളത്തിലെ ഹിന്ദുക്കളെ ഹിന്ദു ലീഗും മുസ്ലിങ്ങളെ മുസ്ലിം ലീഗുമാക്കി മാറ്റി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ വർഗീയതയുടെ വിളനിലമാക്കി ഈ നാടിനെ നിങ്ങൾ മാറ്റരുത് എന്ന് കേരളത്തിലെ ജനതയോട് നമ്മൾ പറഞ്ഞു. അവര് കേട്ടു. പക്ഷെ കേൾക്കാത്ത ഒരു കൂട്ടരുണ്ടായിരുന്നു ലീഗ്. അവരുടെ പേരാണ് RSS. ഈ കേരളത്തിനകത്ത് 4614 ശാഖകള് അന്തിപ്പാതിര നേരത്ത് നടത്തുന്ന സംഘടന. DYFI അതിന്റെ കമ്മിറ്റി വൈകുന്നേരം 7 മണിക്ക് വിളിച്ചാൽ 10 മണിക്ക് അത് അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിൽ പോകും. RSSന്റെ ശാഖ അവർ വിളിക്കുന്നത് രാത്രി 12 മണിക്ക് തുടങ്ങി പുലർച്ചെ 5 മണിക്കാണ് അത് അവർ അവസാനിപ്പിക്കാറുള്ളത്. DYFIയുടെ കമ്മിറ്റിയിൽ മരിച്ചുപോയവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ കമ്മിറ്റി ആരംഭിക്കലെങ്കിൽ RSSന്റെ ശാഖ തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയോടെയാണ്. എന്താണ് ആ പ്രാർത്ഥന? പ്രഭോ ശക്തിമൻ ഹിന്ദു രാഷ്ട്രാംഗഭൂത ദൈവമേ ഞങ്ങളിതാ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങുന്നു. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് ഞങ്ങളെ സഹായിച്ചാലും എന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന RSSകാരൻ വെള്ളാപ്പള്ളിയെ കാണാൻ തീരുമാനിച്ചു. ആരാ വന്നത്? ബീഫ് തിന്ന് ഉള്ളിയാണെന്ന് പറഞ്ഞ ഉള്ളി സുരേന്ദ്രനാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഞങ്ങളെ പാടത്തേക്ക് ഇറങ്ങിയാൽ നേരിടുമെന്ന് പറഞ്ഞ് 4 DYFIക്കാർ ഒരുമിച്ച് തുമ്മിയാൽ തെറിച്ചു പോകുന്ന രമേശനുമല്ല വന്നതാരാ? RSSന്റെ തലതൊട്ടപ്പൻ സർ സംഘചാലക് മോഹൻ ഭഗവത് കേരളത്തിന്റെ മണ്ണിൽ വിമാനം ഇറങ്ങി. കഴിഞ്ഞ UDFന്റെ ഗവൺമെന്റ് കേസ് പിൻവലിച്ചു കൊടുത്ത മാറാടിന്റെ മണ്ണിൽ വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാഡിയ ഈ കേരളത്തിന്റെ മണ്ണിൽ വന്ന് വിമാനം ഇറങ്ങി. 3ാമത് ഗുജറാത്തിന്റെ മണ്ണിൽ 3000ഓളം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത 24 വയസ്സുകാരിയായ കൗസർ ബാനു എന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് തൃശൂലം കുത്തിയിറക്കി. ആ തൃശൂലത്തിൽ കുഞ്ഞിനെ കോർത്തെടുത്ത 2 കിലോമീറ്റർ ആഹ്ലാദ പ്രകടനം നടത്തി പെട്രോളും മണ്ണെണ്ണയും ഒഴിച്ച് കത്തിച്ച പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അമിത് ഷാ എന്ന് പറയുന്ന മനുഷ്യൻ ഈ കേരളത്തിന്റെ മണ്ണിലെത്തി ചർച്ച നടത്തി. വെള്ളാപ്പള്ളിയിൽ നിന്നും സോമാലിയക്കാരൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഓഫർ പോയി. BDJS എന്ന് പറയുന്ന പാർട്ടി കേരളത്തിനകത്ത് രൂപീകരിച്ചു. അങ്ങനെ ആ രൂപീകരിച്ചതിന്റെ ശക്തി കൂട്ടിക്കൊണ്ട് UDF എന്ന് പറയുന്ന രാഷ്ട്രീയം അവരാണ് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഭീതിയോടെ അറപ്പോടെ വെറുപ്പോടെ മാറ്റി നിർത്തിയിരുന്ന BJPക്ക് അനന്തപത്മനാഭന്റെ മണ്ണിൽ നേമത്ത് താമര വിരിയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണോ ചെയ്തത്? അതുകൊണ്ടാണല്ലോ കോഴിക്കോട് അഖിലേന്ത്യാ കൗൺസിൽ വിളിപ്പിച്ചത്. ആരൊക്കെയായി? അരണ, എല്ലി, പല്ലി, തേള്, കരിക്കുന്നതിന് ചേര എല്ലാ ഐറ്റംസും A മുതൽ Z വരെ A+, B+ ഒക്കെ വന്നിറങ്ങിയല്ലോ നമ്മളെ നാട്ടില്. ഇടയിലെ നട്ടുച്ചക്ക് എന്താ നേതാവ് പ്രസംഗിച്ചത്? ടോർച്ചടിച്ചു കൊടുക്കൂ, നേതാക്കന്മാർ കടന്നു വരട്ടെ. പൊന്നു BJP. DYFIയുടെ അവസാനത്തെ സഖാവിന്റെ കയ്യിൽ നിന്നും ആ പതാക ഊർന്നു വീഴുന്നത് വരെ ടോർച്ചല്ല, ഐമാസ്റ്റ് ലൈറ്റ് വെച്ച് വന്നാലും ഈ കേരളത്തെ വർഗീയതയുടെ വിഷനിലമാക്കാമെന്നത് നിങ്ങളുടെ വ്യാമോഹമാണ്. വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നിങ്ങളെന്ന് ഞങ്ങൾ പറയുള്ളൂ. ഈ കേരളത്തിന് അതിനെ കിട്ടില്ല. ഇവരെല്ലാം സപ്പോർട്ട് ചെയ്താലും UDF മുഴുവൻ കൂടെ നിന്നാലും കിട്ടില്ല നിങ്ങൾക്ക്. നിങ്ങളെ ജനതയെ പറ്റിക്കുക, ഹിന്ദു മതത്തെ മുസ്ലിം ലീഗ് പറ്റിക്കണമായി തന്നെയാണ്. RSS പറയുന്നത് ഞങ്ങൾ ഹിന്ദുവിന്റെ സംരക്ഷകരാണ്. ഏത് ഹിന്ദുവിനെ? നമ്മുടെ നരേന്ദ്രമോദി
ഇപ്പൊ ആകെ നടക്കണല്ലോ 52 കോടി രൂപ ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് എടുത്തിട്ട് 10 ലക്ഷത്തിന്റെ ചുരിദാറും അതിമ സ്വന്തം പേര് സ്വർണത്തിൽ എഴുതിയിട്ട് 5 മണിക്കൂർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കാതെ ലോകമാകെ തെണ്ടി നടക്കുക, സെൽഫി എടുക്കുക, ഫേസ്ബുക്ക് പേജിലിടുക, പോസ്റ്റ് അടിക്കുക, ഡിജിറ്റൽ ഇന്ത്യ ഉണ്ടാക്കുക. ആര്? നമ്മളെ നരേന്ദ്രമോദിക്ക് അതാണ് പണി. മനോരമ എഴുതിയാലോ നരേന്ദ്രമോദി ഇന്ത്യയിൽ, നരേന്ദ്രമോദി പിന്നെ ഉഗാണ്ടെ പോയി കുത്തിരിക്കണം. മനോരമനെ കുറ്റം പറയാൻ പറ്റൂല, കാരണം മൂപ്പര് നാട്ടിലില്ല. അപ്പൊ അപൂർവമായി കിട്ടുന്ന ഒരു ജീവിയാണ്. ആ ജീവിയുടെ പേര് മനോരമ എഴുതി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയിൽ, നരേന്ദ്രമോദി ഇന്ന് അമേരിക്ക, പിണറായി സഖാവ് ഇന്ന് ദുബായിൽ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴെങ്കിലും പോണതാണ്. പക്ഷെ നരേന്ദ്രമോദി ഇന്ത്യയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ കാണാൻ കിട്ടാത്ത വസ്തുവിന്റെ പേരാണ് അടുത്ത PSCക്ക് ഉപകാരപ്പെടും. നരേന്ദ്രമോദി ചോദിക്കാൻ സാധ്യതയുണ്ട്, വരും കാലത്ത് ഇന്ത്യക്കകത്ത് പ്രധാനമന്ത്രിയായിരുന്നിട്ട് 5 മണിക്കൂർ തികച്ച് കാണാൻ കിട്ടാതിരുന്ന ഒരു പ്രധാനമന്ത്രി ആര്? ചോദ്യം വരികയാണ്. ലോക രാജ്യങ്ങളിൽ കൂടുതൽ കുറ്റിക്കറങ്ങി സെൽഫി എടുത്ത പ്രധാനമന്ത്രി ആര്? വരും കാലത്ത് ചോദിക്കാൻ നിൽക്കുക. ആ രീതിയിലേക്ക് പോയ നരേന്ദ്രമോദി എന്ത് ചെയ്തു? അമേരിക്കയിലേക്ക് പോയി. അന്ന് നമ്മളെ ബരാക് ഒബാമയാണ് അവിടെ പ്രസിഡന്റ്. ചെന്ന പാടെ കൈ കൊടുത്തിട്ട് ഇംഗ്ലീഷിൽ ചടപടാന്ന് 4 വർത്താനം. നമ്മളെ RSSകാർ രോമാഞ്ച പുളകിതരായി. നമ്മളെ യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികൾക്ക് രോഞ്ചാമം വന്നു. അവരെ രോഞ്ചാമത്തിനൊരു കാരണമുണ്ട്. 10 കൊല്ലം ഇന്ത്യ ഭരിച്ച മൻമോഹൻ സിംഗ് പല്ല് ഡോക്ടറുടെ അടുത്ത് പോലും വാ തുറക്കുന്നത് ഇവർ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് പകരം വന്ന മനുഷ്യൻ ചടപടാന്ന് പറഞ്ഞപ്പോൾ ഇവർ സന്തോഷിച്ചു. പക്ഷെ നരേന്ദ്രമോദിയുടെ വിമാനം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള 108 മരുന്നിന്റെ വില നിർണ്ണയിക്കാനുള്ള അവകാശം അമേരിക്കയിലെ സ്വകാര്യ മെഡിക്കൽ കമ്പനിക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. RSSന്റെ ആരെങ്കിലും ഈ പരിസരത്ത് കേട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ കണക്കൊന്ന് എടുത്തു തരാൻ പറയണം. അതിൽ 100ൽ 82% ഏത് മതവിശ്വാസികളാണ് എന്ന് പഠിക്കണം. ആ 82 പേരെയും സംരക്ഷിക്കും എന്ന് പറയുന്ന നിങ്ങൾ അവരുടെ മരുന്നിനും കൂടിയാണ് വില കൂട്ടുന്നത് എന്ന് ഇടക്കൊക്കെ ശാഖയിലൊന്ന് പറയുന്നത് നല്ലതാണ്. ഇപ്പൊ അടുത്താണ് ഗുജറാത്തിലെ ഉനയില് സംഗീത എന്ന് പറയുന്ന 5 മാസം ഗർഭിണിയായ ഒരു കുട്ടി. ആ പെൺകുട്ടിയെ RSSകാര് നാഭിക്ക് ചവിട്ടി കുട്ടി അമിതമായ രക്തസ്രാവത്തെ തുടർന്ന് കുട്ടി മരിച്ചു. ആ സ്ത്രീ ICUവിൽ മരണത്തോട് മല്ലടിച്ച് കുറെ ദിവസം കിടന്നു. ചെയ്ത തെറ്റെന്താണെന്നറിയോ? ചത്ത പശുവിനെ കുഴിച്ചിടാൻ അവരുടെ ഭർത്താവിനോട് വന്നിട്ട് RSSകാർ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ആ പണി ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞതും അടി കഴിഞ്ഞു. അങ്ങനെയാണ് RSSകാർ. ദേശീയ ഗാനം സിനിമയിൽ ഇല്ലാത്തതുകൊണ്ട് ദേശീയ ഗാനം ഇരുന്ന് ചൊല്ലാം. അങ്ങനെയൊക്കെയാണല്ലോ, ബുദ്ധിയില്ലാത്ത പ്രവർത്തനമാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ കുഞ്ഞിനെ നശിപ്പിച്ചു. എന്തേ അവരങ്ങനെ ചെയ്തത് എന്ന് RSS അന്വേഷിച്ചോ? ഹിന്ദുവിന്റെ സംരക്ഷക പാർട്ടി നിങ്ങളുടെ നരേന്ദ്രമോദി 20 കൊല്ലം ഭരിച്ച ഗുജറാത്തിനകത്ത് ഇപ്പോഴും 7 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ മലം ചുമക്കുന്ന തോട്ടിപ്പണിയെടുക്കുക, ചത്ത പശുവിനെ കുഴിച്ചിടുക. താഴ്ന്ന ജാതിക്കാര് അവര് അങ്ങനെ താഴ്ന്ന ജാതിക്കാർക്ക് ചത്ത പശുവിനെ കുഴിച്ചിടാൻ കൊടുത്തപ്പോ ആ ചെറുപ്പക്കാര് പശുവിന്റെ തോലുരിച്ചു. എന്താ തോലുരിക്കാൻ കാരണം? അത് ഏതെങ്കിലും ഒരു തുക കമ്പനിക്ക് കൊടുത്ത ആ സാധുക്കൾക്ക് ഒരു 300 രൂപ അധികം കിട്ടും. എന്തേ അവരങ്ങനെ വാങ്ങുന്നത്? കേരളത്തിന് പുതിയങ്ങാടിയിലേക്ക് ഈ കടയില് 2 ആളെ നമ്മൾ പണിക്ക് വിളിച്ചാൽ 2 ആളും ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരേ കൂലിയാണ് കേരളം കൊടുക്കുക. പക്ഷെ ഗുജറാത്തില് 2 ആളെ പണിക്ക് വിളിച്ചാൽ ഉയർന്ന ജാതിക്കാരന് 500 കൊടുക്കുമ്പോ അതിൽ നിന്നും ഒരു 0 വെട്ടിയിട്ടാണ് താഴ്ന്ന ജാതിക്കാരന് കൂലി കൊടുക്കുക. അപ്പൊ എപ്പോഴെങ്കിലും ഒരു പശുവിനെ കിട്ടുമ്പോഴാണ് അതിന്റെ തോലുരിക്കുക. അങ്ങനെ ഉരിക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് RSSകാര് കയറി വന്ന് ആ ചെറുപ്പക്കാരെ 4 എണ്ണത്തിനെ ക്രൂരമായിട്ട് തല്ലിച്ചതച്ചു. മാത്രമല്ല അവരുടെ അടിവസ്ത്രം പോലും ഊരി മാറ്റിയിട്ട് പൂർണ്ണ നഗ്നരാക്കി ഒരു വാഹനത്തിൽ കയറ് കെട്ടി കയറിന്റെ മറ്റേ അറ്റം 4 ചെറുപ്പക്കാരുടെ അരക്ക് കെട്ടിയിട്ട് പൊരി വെയിലത്തിലൂടെ ആ ചെറുപ്പക്കാരെ വലിച്ചേക്കാം. വെള്ളത്തിന് വേണ്ടി കരയുന്ന ചെറുപ്പക്കാരന്റെ വായിലേക്ക് ഗോമൂത്രമാണ് ദൈവത്തിന്റെ സംരക്ഷകർ ഒഴിച്ചു കൊടുത്തത്. അളമുട്ടിയാൽ ചേരയും കടിക്കും. അന്നാണ് താഴ്ന്ന ജാതിക്കാര് തീരുമാനിച്ചത് ഞങ്ങൾക്ക് പ്രതികരിക്കണം ഇതിനെതിരെ. ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? RSSന്റെയും ABVPയുടെയും മാനസികവും ശാരീരികവുമായ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഹൈദരാബാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ അമ്മയാണ് അവർക്ക് നേതൃത്വം കൊടുത്തത്. എന്നാ അവര് ആ മാർച്ച് സംഘടിപ്പിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 70ാമത് വാർഷികം. കോഴിക്കോട് കടപ്പുറത്ത് 50,000-ത്തിലധികം വരുന്ന ചെറുപ്പക്കാര് വർഗീയ രാഷ്ട്രീയത്തോട് വിട പറയണം, മതനിരപേക്ഷതയോട് അണിചേരണമെന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോ
ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ദിവസത്തിലാണ് ഈ അമ്മയുടെ പിന്നാലെ ലക്ഷക്കണക്കിന് വരുന്ന താഴ്ന്ന ജാതിക്കാർ ഉനായ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ ഓരോ താഴ്ന്ന ജാതിക്കാരന്റെയും ഒരു കയ്യില് BR അംബേദ്കറുടെ ചിത്രവും മറു കൈയിൽ ചെങ്കൊടിയുമായിരുന്നു. ഈ രാജ്യമാകെ ദേശീയ പതാക വാനിലേക്ക് ഉയർത്തുന്ന സമയത്ത് ചെങ്കൊടി വാനിലേക്ക് ഉയർത്തിയിട്ട് അവര് പറഞ്ഞത്, മലം ചുമക്കുന്ന തോട്ടിപ്പണിക്ക് ഇനി ഞങ്ങളെ കിട്ടില്ല. ചത്ത പശുവിനെ കുഴിച്ചിടാൻ ഒരു RSS കാരനും ഞങ്ങളെ അന്വേഷിച്ചു വരരുത് എന്ന് തീരുമാനമെടുത്തു അവര്. എന്നിട്ട് വീണ്ടും അതിന് ചെല്ലുമ്പോ അവരനുസരിക്കോ? ഇല്ല. അതിനവരെ ക്രൂരമായി തല്ലിച്ചതക്ക, കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുക, എന്നിട്ട് പറഞ്ഞു നടക്കുക ഹിന്ദുവിന്റെ സംരക്ഷണം. ഏത് ഹിന്ദുവിനെ? ഗുരുവായൂർ അമ്പലത്തിലല്ലേ 2 കൊല്ലം മുമ്പ് ഇലത്താളം കൊട്ടാൻ പോയ കല്ലൂർ ബാബുവിനെ പുറത്താക്കിയത്? ശ്രീകൃഷ്ണ ജയന്തിക്ക് ബാലഗോകുലത്തിന്റെ പേറ്റന്റ് ഏറ്റെടുത്ത് കുറുവടിയുമ തുണിയും ചുറ്റി ഞങ്ങളാണ് ഹിന്ദുവിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു RSS കാരനെയും അവിടെ കണ്ടില്ലല്ലോ. DYFI-ക്കാരാണ് ചെന്നിട്ട് ചോദിച്ചത്, അവൻ ഭണ്ഡാരത്തിൽ നിന്നും വല്ലതും മോഷ്ടിച്ചോ? ഇല്ല. അവിടെ തൊഴാൻ വന്ന സ്ത്രീയെ ശല്യപ്പെടുത്തിയോ? ഇല്ല. പിന്നെ എന്തിനെ പുറത്താക്കിയത്? താഴ്ന്ന ജാതിയിൽ പിറന്നു പോയതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞപ്പോ എന്നാ ശരിട്ട കോട്ടേട്ട സലാമുണ്ടിട്ട എന്നല്ല DYFI പറഞ്ഞത്. അന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പ് 2000-ഓളം വരുന്ന DYFI പ്രവർത്തകരെ അമ്പലത്തിന്റെ മുറ്റത്ത് അണിനിരത്തി ഇറക്കി വിട്ട കല്ലൂർ ബാബുവിനെ വിളിച്ചു കൊണ്ടുവന്ന് നടുവിൽ നിർത്തി കയ്യിൽ ഇലത്താളം കൊടുത്ത് കൊട്ടാൻ പറഞ്ഞപ്പോ DYFI-കാരനല്ലാത്ത ഒരുത്തനും അമ്പലത്തിന്റെ മുറ്റത്ത് സഹായിക്കാനുണ്ടായിരുന്നില്ല. എന്നിട്ട് നിങ്ങളിങ്ങനെ നടക്കുക. ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് RSS-കാരൻ പറയുമ്പോൾ നമ്മൾ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാം. അതിന്റെ UT മുഹമ്മദ് ബഷീർ ഉണ്ടല്ലോ, മുസ്ലിം ലീഗിന്റെ നേതാവ്, അത് ശരിയായില്ല. DYFI നടത്തിയ മൂപ്പർക്ക് മാത്രമേ അഭിപ്രായമുള്ളൂ കേട്ടോ. കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ ബീഫ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ പോയ ആളാ ഞാൻ. എൻ്റെ സങ്കടം കൊണ്ട് പറയാം. 10 മിനിറ്റ് ഞാൻ ആ കപ്പയും പിന്നെ ബീഫും കൂടി ഉണ്ടാക്കി വെച്ചത് ചെമ്പിൽ കണ്ടിട്ടാണ് ഈ പ്രസംഗിക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പ്രസംഗം 10 മിനിറ്റ് ചുരുക്കി ഇങ്ങനെ വന്നപ്പോൾ ബ്ലോക്ക് സെക്രട്ടറി കസേര ഇട്ടിട്ട് ചെമ്പുക്ക് നോക്കിയിരിക്കുക, ചെമ്പിലൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റി? അപ്പൊ എന്നോട് പറഞ്ഞു KR ബേക്കറിക്ക് നടക്കി സൂഫിയാത്ത അമ്മക്ക് ലൈമും പപ്സും കുടിച്ചാൽ. അപ്പൊ ഞാൻ ചോദിച്ചു ഇന്നാലും ഇവിടെ അത് ആരൊക്കെയായി തിന്നു ചോദിച്ചു. അത് നോക്കിയെന്ന്. അപ്പൊ ബസ് സ്റ്റാൻഡിൽ നിരന്ന് തിന്ന 90% മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ. ഞാൻ അവരോട് ചെന്ന് പറഞ്ഞു, സന്തോഷമുണ്ട്, ഈ കാര്യത്തിലെങ്കിലും ഞങ്ങളെ പുറകൾ നിന്നല്ലോ. ബഷീർ നിന്നില്ലെങ്കിലും കുട്ടികൾ നിന്നിട്ടുണ്ട്, പോട്ടെ. അപ്പോ ഈ രീതിയിൽ നമ്മുടെ നാടിന്റെ വർഗീയതയുടെ വിഷവിത്വമായിട്ട് ഇവരെ തകർക്കാൻ വേറൊരു കൂട്ടരുണ്ട്. നമ്മളെ NDF, മൂത്താപ്പ പോപ്പുലർ ഫ്രണ്ട്, എളാപ്പ STPA, ഇവരാകെയാണല്ലോ ഇപ്പൊ നന്നാക്കാൻ ടെൻഡർ എടുത്തിരുന്നത്. ഇസ്ലാമിക രാജ്യവും ഹിന്ദു രാജ്യവും ക്രിസ്ത്യൻ രാജ്യവും പടുത്തുയർത്താനൊന്നും പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അവനവൻ താമസിക്കുന്ന രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഖുർആനിനകത്ത്. എന്നിട്ട് NDF ഒരു ബോർഡ് വെച്ചിരുന്നു, ഇവിടെ വെച്ചിരുന്നോ എനിക്കറിയില്ല, നിർത്തുക വെറുപ്പിന്റെ രാഷ്ട്രീയം. എന്നിട്ട് തടിയന്റെ ഇവിടെ നസീറിനെ പോലെ ജയിലിൽ പോയി കിടക്കുക. രാഷ്ട്രീയ പാർട്ടികൾ സജീവമല്ലാത്ത ഒഡീഷ സംസ്ഥാനത്തിലാണ് തന്റെ ഭാര്യയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസിന് പണം കൊടുക്കാനില്ലാതെ ഒരു ഭർത്താവ് ഭാര്യയെ 60 കിലോമീറ്റർ തോളിൽ ചുമന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ആ ഭർത്താവിന്റെ മയ്യത്തിന്റെ കൂടെ പിന്നാലെ ഒരു 12 വയസ്സുള്ള മകള് അമ്മയുടെ മൃതദേഹത്തിന്റെ കൂടെ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച കേരളത്തിന്റെ മണ്ണിൽ കാണാത്തത്. നന്നായി രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും ട്രസ്റ്റുകളും ഒക്കെ കേരളത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാ അത് കണ്ടിട്ട് സഹിക്കണില്ല. അപ്പൊ ഇതൊക്കെ ഇല്ലാതായി കൽക്കവെള്ളത്തിൽ കൂടിയാണ് മീൻ പിടിക്കാന്നാണ്. ഇവർ ഇസ്ലാം ഉണ്ടാക്കാൻ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇസ്ലാം മതം പ്രബോധനത്തിന് നല്ല മതപണ്ഡിതന്മാരും അവർക്കിടയില് അവർക്ക് വായിക്കാൻ വിശുദ്ധ ഖുർആനും അവർക്ക് ആരാധിക്കാൻ നല്ല പള്ളിയുമുണ്ട്. ഹിന്ദു മതത്തിന് ഭഗവത്ഗീതയും അമ്പലങ്ങളും ക്ഷേത്രങ്ങളുമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ബൈബിളും ചർച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പുരോഹിതന്മാരുമുണ്ട്. ആ പണി നിങ്ങൾ ഏറ്റെടുക്കണ്ട. ഇപ്പൊ STPI കോഴിക്കോട് തേജസ് ഓഫീസിലെ കുട്ടിയാണല്ലോ പിന്നെ ഭീകരവാദ സംഘടനയിൽ പിടിക്കപ്പെട്ടത്. ആ താടി കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. പിന്നെ ഒരു തയമ്പുണ്ടാവും കേട്ടോ, ഞാൻ കുറ്റം പറയല്ല. അപ്പൊ എന്നെ പഠിപ്പിച്ച അബൂബക്കർ മുസ്ലിയാറുണ്ട്, 60 കൊല്ലം, ഒരു 67 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. എല്ലാ സുന്നത്തും ഫർദൊക്കെ നിസ്കരിക്കണം ഉസ്താദാണ്. ഇന്നും എല്ലാവർക്കും ബഹുമാനമാണ് ആ ഉസ്താദിനോട്. ആ ഉസ്താദിന്റെ നെറ്റിയിലെ തയമ്പ് കാണുമ്പോൾ ഒരു ബഹുമാനം ഒരു ഈമാനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ ഇപ്പൊ അടുത്ത് ഈ സംഘടനയിൽ പോയ ഒരു കുട്ടിയുണ്ട്. ഓന് പോകുമ്പോൾ ഒരു തയമ്പില്ല കേട്ടോ. പക്ഷെ 15 ദിവസം കഴിഞ്ഞിട്ട് ഓന് എവിടുന്നാണ് അവൻ വന്ന് ഇറങ്ങിയപ്പോ ഒരു ബ്രെഡ് നനച്ച മാതിരി കട്ടിയിലെ തയമ്പാണ്. എവിടുന്ന് അത് കിട്ടിയെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയാണ്. ഷംസുദ്ദീൻ പാലത്ത് പറഞ്ഞല്ലോ, ഈ ഇസ്ലാം അല്ല ഇസ്ലാം, നിങ്ങൾ ISIS ചെല്ലണം.
ഇങ്ങനെ കുറെ കൂട്ടർ. ശശികലയുടെ പ്രസംഗം കേട്ടിട്ടാണ് കാസർഗോഡുള്ള വിജയൻ ഫഹദ് എന്ന് പറയുന്ന 8 വയസ്സുകാരനെ മുസ്ലിമായി പിറന്നുപോയി എന്ന കാരണത്താൽ കൊന്നത്. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിലാണ് കൊടിഞ്ഞിയിലെ മലപ്പുറത്ത് കൊടിഞ്ഞിയിൽ ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നത്. ഇവർക്ക് ബേജാറാണ് മതത്തിന്റെ. എന്തിനാണ് ഇവർ ബേജാറാവണോ? മാലിക് ബിൻ ദീനാറും കൂട്ടരും വരുന്നത് വരെ കേരളത്തിൽ ഇസ്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്ര ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് അന്നത്തെ ഹിന്ദു മക്കൾ ആരും വിചാരിച്ചിട്ടല്ലോ ഇതാ ഇവരാണ്ട് പോയ ഹിന്ദു മതം ആകെ തകർന്ന് തരിപ്പണമാകുന്നു. അവർക്ക് പേടിയില്ല. അവരവരുടെ മതത്തിന്റെ നല്ല കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പേടിയും ഉണ്ടാവില്ല. ഒരു ഫൈസൽ പോയത് കൊണ്ട് നഷ്ടപ്പെടുന്നതാണോ ഹിന്ദു മതം? അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ നിന്നും ഒരാൾ ഹിന്ദു മതത്തിലേക്ക് ചേക്കേറുന്നത് കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്നതാണോ ഇസ്ലാം മതം? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അവനവൻ നല്ല കർമ്മങ്ങളിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യാൻ പഠിച്ചാൽ അതിൽ ഒരു തെറ്റും ഇല്ലാതെ അതിനിടയിലേക്ക് ഒന്നും കടത്താതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ എന്തിനാ പേടിക്കണം? ആ പേടി കൊണ്ടാണ് ഫൈസലിനെ കൊന്നത്. അപ്പൊ ഇവര് പറയണെന്താ? ഇപ്പൊ തൃക്കരിപ്പൂരിന്ന് ഒരു എഞ്ചിനീയർ പോയിട്ടുണ്ട്. മൂപ്പര് അവിടെ പോയിട്ട് ഉമ്മാക്ക് വാട്സപ്പിൽ മെസ്സേജാ, ഉമ്മ ഞാൻ സ്വർഗത്തിലെത്തി. ഇസ്ലാമിനകത്ത് പറഞ്ഞത് മാതാവിന്റെ കാൽപാദത്തിന് കീഴിലാണ് സ്വർഗം. അത് മാന്തിയിട്ട് കിട്ടാഞ്ഞിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് മെസ്സേജാണ്, ഉമ്മ അവിടെ അല്ലട്ട സ്വർഗം, ഇവിടെ ഞാൻ കണ്ടിരുന്നു. ഇനി ഏത് സ്വർഗാണോ കാണാൻ പോണെന്ന് നമുക്കറിയാം. ഇവ ജയിലിലാണല്ലോ, ഗോതമ്പുണ്ട് അരിയുണ്ടൊക്കെ തന്ന് സ്വർഗം തന്നെയാകും അത്. പറയാ. പക്ഷെ ചെറുപ്പക്കാർ അത്തരം സംഘടനകളിലേക്ക് പോകുമ്പോൾ DYFI ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അത് പറയാൻ കാരണം ആഗോളവൽക്കരണത്തെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പോലും പറഞ്ഞിരുന്നു വാ തുറന്നാൽ ആഗോളവൽക്കരണമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഒരു ഇരുചക്ര വാഹനത്തിലൂടെ കോഴിക്കോട് ടൗണിലൂടെ അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് റോഡിന്റെ ഇരുവശവും ചില്ലുകൂട്ടിലിരുന്ന് നമ്മൾ ഇന്ന് വരെ കാണാത്ത നല്ല നല്ല കാറുകളും വിദേശ കമ്പനികളുടെ കാറും ഫോണും ബൈക്കും ഇങ്ങനെ കാണുമ്പോൾ എത്ര അധ്വാനിച്ചാലും അതൊന്ന് തൊട്ടു നോക്കാൻ പോലും ഭാഗ്യമില്ലാത്ത ചെറുപ്പക്കാരൻ നിരാശനായിക്കൊണ്ട് അവനവന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ 2 പോസ്റ്റ് മലർത്തിയിട്ട് അതിന്മേലിരുന്ന് ഫോണിൽ ഇങ്ങനെ ഫേസ്ബുക്കിൽ കുത്തി കളിക്കുന്ന സമയത്ത് അവന്റെ ബാക്കിലൂടെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്ന കാറും ഫോണും അവന്റെ കയ്യിൽ വെള്ളയിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് ഭീകര പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പുതിയ ചെറുപ്പക്കാരൻ കരുതുന്നത് 1 മാസമേ ജീവനോടെ ഉള്ളൂ എങ്കിലും ആ 1 മാസം അടിച്ചു പൊളിക്കാമെന്ന് തീരുമാനിച്ച് അത്തരം സംഘടനകളിലേക്ക് പോകുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ കൂടിയിട്ടുണ്ട്. ഓരോ രക്ഷിതാവും അവനവന്റെ മക്കള് ഏതിനാണ് പോകുന്നത് എന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പൊ STPA ആളെ പറഞ്ഞേക്കുന്നുണ്ട്, രാവിലെ സുബീക്ക് നിസ്കരിച്ചാൽ കൊണ്ടുപോവാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നിസ്കരിക്കാനല്ലേ, നല്ല കാര്യമാണ്, ഇതുവരെ നിസ്കരിച്ചാത്ത ഓൻ നിസ്കരിച്ചു അല്ലേ. അപ്പൊ സന്തോഷമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇസ്ലാമായ രക്ഷിതാവിനെ. പക്ഷെ ആ നിസ്കാരം കഴിഞ്ഞാൽ പട്ടിക്ക് വെട്ടാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ പെരയിലെത്തിണ്ടാ നോക്കണം, ഇല്ലെങ്കിൽ പട്ടിക്ക് വെട്ടാൻ പോകും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക രാജ്യവും ISIS ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ നടക്കുക. ഇസ്ലാം എന്നാൽ സമാധാനം, സമർപ്പണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള അർത്ഥം. ഡിക്ഷണറിയിലും അത് തന്നെയാവും. ആ സമാധാനം പ്രവാചകനും 4 ഖലീഫമാരും നടത്തിയ യുദ്ധത്തില്, ഇസ്ലാം മത പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന യുദ്ധത്തില് വെറും 1000-ൽ താഴെ ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. യുദ്ധത്തിന്റെ ചരിത്രം എടുത്തിട്ട് മരിച്ചവരുടെ കണക്ക് നോക്ക്. എന്നാൽ ISIS പാകിസ്ഥാനിലെ പെഷവാറിൽ മുസ്ലിം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സൈനിക സ്കൂളിലേക്ക് ബോംബിട്ടുകൊണ്ട് 3000 മുസ്ലിം കുഞ്ഞുങ്ങളെ കൊന്നിട്ട് നിങ്ങൾ പറയുന്നു ഇസ്ലാമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? മക്ക മസ്ജിദിനകത്ത് സുജൂദിലേക്ക് പോകുന്ന മുസൽമാന്റെ കൂടെ ഭീകരവാദി സുജൂദിലേക്ക് പോയിട്ട് വയറിരിക്കുന്ന ബോംബിന്റെ ബട്ടണമർത്തിക്കൊണ്ട് സ്വയം ചാവേറായി നിസ്കരിക്കുന്ന ആയിരക്കണക്കിന് മുസൽമാനെ കൊന്നുകൊണ്ട് നിങ്ങൾ പറയുന്നു ലക്ഷ്യം ഇസ്ലാമികമാണ്. നോമ്പ് തുറക്കുന്ന മുസൽമാൻ വായിലേക്ക് വെള്ളമൊഴിച്ചത് ഇറക്കുന്നതിന് മുമ്പ് അവർക്കിടയിലേക്ക് ബോംബിട്ടിട്ട് അവരെ കൊന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഇസ്ലാം ഉണ്ടാക്കും. അങ്ങനെ ഇസ്ലാം ഉണ്ടാക്കാൻ ഒരാളെയും ഒരു മതവും ടെൻഡർ ഏൽപ്പിച്ചിട്ടില്ല. അവനവൻ നല്ല കർമ്മങ്ങൾ ചെയ്താൽ, അവനവന്റെ മതം നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുത്താൽ അതിൽ ആകൃഷ്ടരായി ഏത് മതത്തിലേക്കാണോ ആളുകൾ പോകുന്നത് അവരതിൽ പോയി അവർ നല്ല മാർഗത്തിൽ ജീവിക്കുക, പൊതുസമൂഹത്തിന് ശല്യമാകാതെ ജീവിക്കുക എന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതിനു പകരം മതം മാറുന്നവരെ വെട്ടാനും കൊല്ലാനും നടന്ന്
മതത്തിന്റെ പേര് പറഞ്ഞ് ഈ നാട്ടിലെ പാവപ്പെട്ട ചെറുപ്പക്കാരന് പണവും മറ്റു പ്രലോഭനങ്ങളും നൽകി അവരെ ഇത്തരം കൂടാരങ്ങളിലേക്ക് എത്തിച്ചാൽ തീർച്ചയായും അവർക്ക് അവരുടെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള, അവരുടെ ഉമ്മ പെങ്ങന്മാരെ കാണാനുള്ള, അവർക്ക് അവരുടെ നാടും വീടും ഉപേക്ഷിച്ച് മരണം വരെ ജയിലിൽ കിടക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകും. ജാഗ്രത പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊക്കെ ആയിട്ടാണല്ലോ ഇവര് ഇമ്മാതിരി കളി കളിച്ചിട്ടാണല്ലോ നമ്മൾ ജയിച്ചത്. ഇവര് എന്തെല്ലാം എല്ലാ പൂച്ചാളി ജയശങ്കരനൊക്കെ നമ്മുടെ ഗോപാലകൃഷ്ണന്റെ മാതിരിയായിരുന്നു. എന്തൊക്കെയാണ് ഇടതുപക്ഷത്തെ കുറിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ഇടതുപക്ഷം നമ്മൾ പോലും നെട്ടിയില്ലേ. 91 സീറ്റില് അധികാരത്തിൽ വന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. 4000 കോടി രൂപ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്തു. ഇപ്പോഴല്ലേ നിങ്ങളെ കോഴിക്കോടുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവ് സർഫ് തങ്ങൾ ഇവിടെ ഒരു മാർച്ച് നടത്തിയത്. മൂപ്പരെ പ്രസംഗം കേട്ടപ്പോൾ DYFI പോയി എന്നാ ഞാൻ കരുതിയത്. മാനുപ്പ കുഞ്ഞിപ്പ മജീദുമാരുടെ പിൻഗാമികളായ ഞങ്ങൾ ആരുടെ മുന്നിലും അടിപതറില്ല. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഉഷാറാണ്. പോലീസുകാരും ആ ഉഷാർ കരുതിയിട്ടാണ് ചുമരുമ ചാര്യത്തിനെ ലാത്തി കയ്യിക്കെടുത്തു, പാൻറ്റിനെ ഇൻസൈഡൊന്ന് ശരിയാക്കിയിട്ട് ബെൽറ്റൊന്നാട്ട് മുറുക്കി. പിന്നെ നമ്മൾ കാണുന്നെന്താ, ഷറഫ് തങ്ങൾ ഓട്ടോറിക്ഷനെ ബാക്കിലാക്കിയിട്ട് ഷറഫ് തങ്ങളുടെ തങ്ങളോട്ടാണ്. ഹുസൈൻ ബോൾട്ട് നരേന്ദ്രമോദിയെ വിളിച്ചിട്ട് പറഞ്ഞു, ലോകാകെ തെണ്ടിനിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും കേരളത്തിലൊന്ന് പോകണം, മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ കയറിയിട്ട് സർഫ് തങ്ങളെ കാണണം, എനിക്ക് വയ്യാണ്ടായിക്കണ്, ഭാവിയിൽ നമുക്കുള്ള ഒരു മുതലാണത്, പരിശീലിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷറഫ് തങ്ങൾ പറഞ്ഞത് നമ്മൾ വഞ്ചനയാണ്. എന്ത് വഞ്ചന ചെയ്തത്? നിങ്ങളല്ലേ വഞ്ചിച്ചത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയും കേന്ദ്ര ഗവൺമെന്റും കൂടി നമുക്ക് കുറെ കാർഡ് ഉണ്ടാക്കി തന്നു എന്നല്ലാതെ വായിക്ക് വല്ലതും തന്നീന്നോ? ഒന്ന് ആധാർ കാർഡ്, അക്ഷയ സെന്ററിന്റെ മുമ്പിൽ പോകുക, ആ പെണ്ണിനെ കണ്ണു തുറപ്പിച്ച് നോക്കുക, കയ്യും കാലിട്ട് അമർത്തുക, ആ കുട്ടിക്ക് പനി ഉണ്ടാക്കുക, ഒരു കാർഡ് ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു NPRന്റെ കാർഡ് വേണം. വീണ്ടും ഓടി NPRന്റെ കാർഡ് റെഡിയാക്കിയപ്പോൾ ഇവർ പറഞ്ഞു റേഷൻ കാർഡ് പുതുക്കണം, പെണ്ണിന്റെ പേരിലാവണം. ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം എന്താ, പുയ്യാപ്പിള ആട്ടി വിട്ടാലും റേഷൻ പീടി പോകാൻ നേരത്തെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നുള്ള സമാധാനമാണ്. പക്ഷെ ഞാൻ ആലോചിച്ചത്, ഇത് പിണറായി സഖാവ് ഇരിക്കുമ്പോഴാണ് അത് പറഞ്ഞെന്നുണ്ടെങ്കിൽ എൻ്റെ മുസ്ലിം ലീഗിന്റെ കുട്ടികൾ കരിക്കുന്ന ഗേറിനമാതിരി പീടിയെ കണ്ട് കയറും. പടച്ചോനെ കിയാമത്ത് നാൾ അടുത്തുവിട്ട കമ്മ്യൂണിസ്റ്റുകാർ വന്നപ്പോൾ ആണുങ്ങൾക്ക് വിലയില്ലേട്ട. ഇനി പെണ്ണുങ്ങളെ ഫോട്ടോ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ വരൂട്ടാന്ന് ഒരു പരാതി കണ്ടില്ല. BMW, ഓഡിയിൽ, ഇന്നോവയിൽ, ഓട്ടോറിക്ഷയിൽ വരെ പെണ്ണുങ്ങളെ ഇറക്കി ഫോട്ടോ എടുത്തു. റേഷൻ കാർഡ് കിട്ടിയിട്ടില്ല ഫോട്ടോ. പിന്നെ പറഞ്ഞു ഇവർ തിരിച്ചറിയൽ കാർഡ് പ്ലാസ്റ്റിക്കിന്റെ കാർഡാക്കണം. അതാണ് എനിക്ക് സന്തോഷം ഉണ്ടായത്. ആകെ ഉമ്മൻചാണ്ടിനോട് 5 കൊല്ലത്തെ ഭരണത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിക്കണം കാപ്പയാണ്. കാരണം എൻ്റെ ആദ്യത്തെ തിരിച്ചറിയൽ കാർഡ് കണ്ട അജ്ഞാത മൃതദേഹം കിടക്കണമായിരിക്കാം. നല്ല ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ കൊടുത്തത് ആ BLOനെ മഷിട്ട് നോക്കിയിട്ട് എൻ്റെ പഞ്ചായത്തിൽ കാണാനില്ല ഫോട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇവരെ നമ്മളോട് പറഞ്ഞു ഈ ആധാറിന്റെ കാർഡ് കൊണ്ടുപോയിട്ട് ബാങ്കിന്റെ അക്കൗണ്ടിൽ കണക്ട് ചെയ്യണം. നമ്മളെ നാട്ടിലെ ലക്ഷ്മിയടുത്തി ആമിനുമ്പിയും കൂടി അങ്ങാടി കയറി മാറി 100 റുപ്യയും ഫോമും പിടിച്ച് കുറേ നടന്ന ആ സാധുക്കൊക്കെ ഒരു കാർഡ് കിട്ടി. വീട്ടിൽ മേശേന്റെ വലിപ്പ് തുറന്ന് അൽഹംദുലില്ലാ എന്നാണ് പറഞ്ഞ് ഇരുന്നില്ല. അപ്പൊ ഇവര് പറഞ്ഞു ഗ്യാസിന്റെ കുറ്റി പണിങ്ങിക്കാണ്, കുറ്റിനെയും കൊണ്ടുപോയി ലൈനാക്കണം. ഓട്ടോറിക്ഷ വിളിച്ച് കുറ്റിനെയും കയറ്റി അതും കണക്ട് ആക്കി കൊടുത്തു. അപ്പൊ ഇവര് പറഞ്ഞു പെൻഷന്റെ ബുക്ക് ഇതിനായിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞു മഹാപാപമാണത്. എന്താ, 65 വയസ്സ് കഴിഞ്ഞവർ, വികലാംഗർ, വിധവകൾ, മാനസിക രോഗികൾ, മന്ദബുദ്ധികളായ കുട്ടികൾ, അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾ, നട്ടല് തളർന്നു കിടക്കുന്നവർ, ഇങ്ങനെ ഒരാളുടെ സഹായമില്ലാതെ പുതിയങ്ങാടിയിലേക്കൊന്നും വരാൻ കഴിയാത്ത, ഒരാളെങ്കിലും കൈപിടിക്കാതെ ബാങ്കിന്റെ 2 നില കെട്ടിടങ്ങളിലേക്ക് കയറാൻ കഴിയാത്ത സാധുക്കളെ നിങ്ങൾ ദ്രോഹിക്കരുത് എന്ന് പല വട്ടം ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല. അവസാനം തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികക്കകത്ത് ഞങ്ങൾ എഴുതി 65 വയസ്സുള്ള പെൻഷൻ 60 ആക്കി മാറ്റും, 400ഉം 500ഉമുള്ള പെൻഷൻ 1000 രൂപയാക്കി ഞങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. നട്ടല് തളർന്നു കിടക്കുന്ന രോഗി വീടിനകത്തുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സഹകരണ ബാങ്കിന്റെ ജീവനക്കാരൻ കടന്നു വന്ന് ഒരു കയ്യിൽ മഷി പുരട്ടി മറു കയ്യിൽ പെൻഷൻ എത്തിച്ചു തരും എന്ന് പറഞ്ഞ് 100 ദിവസം കൊണ്ട് അത് ഞങ്ങൾ നടപ്പിലാക്കിയതാണ്. എന്റെ ഷറഫ് തങ്ങളെ വഞ്ചന എങ്കിൽ ആ വഞ്ചന കേരളത്തിലെ ജനങ്ങൾ പുറത്തോടും. തങ്ങൾ ബേജാറാകണ്ട. തങ്ങള് വേറൊരു പരിപാടി നിർത്താൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിലാണ് വാഴയൂർ പഞ്ചായത്ത്. അവിടെ തോറ്റ ലീഗിന്റെ 5ാം വാർഡിലെ മെമ്പർ പണി എന്താ അറിയോ, സഹകരണ ബാങ്കിന്റെ ജീവനക്കാരൻ പെൻഷൻ കൊടുക്കാൻ പോകുമ്പോൾ ബാക്കിൽ ലിഫ്റ്റ് വയ്ക്കാൻ കയറുക. പിന്നെ അടിവാരത്തിൽ എന്തൊക്കെ ഇരിക്കണം, അതിന് ഇറങ്ങൂല. അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിക്കും. അപ്പൊ വെല്ലിമ്മ വന്ന് വാതിലുറക്കും. പെൻഷന്റെ പേപ്പർ ഇങ്ങനെ ഒപ്പിടുമ്പോൾ ബൈക്കിന്റെ ബാക്കിൽ നിന്ന് അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തരണാണ്. ആര്? തോറ്റ മെമ്പർ കൊടുക്കണം. ആ പണിയൊക്കെയാണ് നല്ലത്. പിന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും നാടാകെ പ്രസംഗിച്ച് നടന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ത്, കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം വന്നാൽ വാറ് തുറക്കോ വാറ് പൂട്ടോ, എല്ലായിടത്തും പ്രസംഗം അതാ.
ബാറ് തുറക്കോ ബാറ് പൂട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്താ നമ്മൾ കള്ളുടിക്കാൻ മുട്ടിക്കുക? ഇവരെ ബേജാറ് കണ്ടാൽ അതല്ല, തുറന്നാ രണ്ട് കീറാന്നാവും, ആയിക്കോട്ടെ. പക്ഷെ ഞങ്ങൾ തുറന്നില്ല. നമ്മളെന്താ കാട്ടിയത്? മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബ് 132ഓളം വരുന്ന സ്കൂളുകൾ അടച്ചു പൂട്ടാൻ മാനേജർമാർക്ക് മൗനാനുവാദം നൽകി. അവർ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞു ലാഭമില്ലെങ്കിൽ പൂട്ടണം. നമ്മൾ പറഞ്ഞു മീൻ മാർക്കറ്റ് അല്ലട്ടാ നടത്തുന്നത്. കലാപരമായും കായികപരമായും സാംസ്കാരികപരമായും അറിവോടും വിവേകത്തോടും കൂടി കേരളത്തിനകത്തൊരു പുതുതലമുറയെ വാർത്തെടുക്കലാണ് വിദ്യാലയത്തിന്റെ കടമയെങ്കിൽ ആ നഷ്ടമുള്ള വിദ്യാലയം ഞങ്ങൾ ഏറ്റെടുക്കും ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്തതാണ് തെറ്റെങ്കിൽ അതും ഈ കേരളത്തിലെ ജനങ്ങൾ പുറത്തോളും. ലീഗ് ബേജാറാകണ്ട. മൂന്നാമത്തെ കാര്യം എന്താ? കേരളത്തിലെ 33 ഡോക്ടർമാരെ പിരിച്ചുവിട്ടു. അപ്പോഴാണ് നമ്മളെ തുണീൻ്റെ അടിയിൽ കാവി ട്രൗസറിന് നമ്മളെ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇത് കൊള്ളക്കാരെ പോലെ പെരുമാറുന്നു. ഇല്ല മിസ്റ്റർ രമേശ് ചെന്നിത്തല, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് ഒരു കുട്ടി MBBSന്റെ പഠനം കഴിഞ്ഞ് പൂർത്തിയാക്കി 5 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കേരളത്തിന്റെ ഖജനാവിൽ നിന്നും സർക്കാർ എണ്ണിക്കൊടുക്കുന്നത് ഒരു കുട്ടിക്ക് 50 ലക്ഷം രൂപയാണ്. കുട്ടി കൊണ്ടുവരുന്നതല്ല. ഈ നാട്ടിലെ ഞാനും നിങ്ങളും അടങ്ങുന്ന രക്ഷിതാക്കള് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും എത്തിക്കുന്നതിന് വേണ്ടി ചോര നീരാക്കി രാപ്പകലോളം അധ്വാനിച്ച് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നികുതിയായി കൊടുക്കുന്ന പണമാണ് കേരളത്തിന്റെ ഖജനാവിലെത്തുന്നത്. അങ്ങനെ പഠിച്ചു വളരുന്ന കുട്ടിക്കൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയ പിന്നെ ഇവിടെ നോക്കൂല. പിന്നെന്താ ചെയ്യുക? ലീവ് എടുക്കുക, ദുഫായി പോകുക. പിന്നെ ലീവ് പുതുക്കും, പിന്നെയും ദുഫായി പോകും. അവസാനം വയസ്സാം കാലത്ത് PSC ആയിട്ട് വരും. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഈ 3ഉം കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഒരു വർഷമൊക്കെ ഇങ്ങനെ നടന്നിട്ട് പെൻഷൻ എഴുതി കൊടുക്കുക 40,000 റുപ്യ. അപ്പോൾ പഠിപ്പിക്കുന്നത് നമ്മൾ, പെൻഷൻ കൊടുക്കുന്നത് നമ്മൾ. ആരോഗ്യമുള്ള കാലത്ത് അദ്ദേഹം നോക്കുന്നത് മുഴുവൻ വിദേശത്തെ സമ്പന്നരായപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു ഒന്നുകിൽ ജോലിയിൽ റീജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ രാജിവെച്ച് പോകുക. ഇതിന് രണ്ടിനും തയ്യാറാകാത്ത 33 തൂക്കി വെളിയിലേക്ക് എറിഞ്ഞതാണ് തെറ്റെങ്കിൽ അതും കേരളത്തിലെ ജനത പുറത്തോളും. ലീഗ് ബേജാറാകണ്ട. പിന്നെ ഗവൺമെന്റ് പിണറായി സഖാവ് പറഞ്ഞു നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഓരോ ഫയലും ഓരോ ജീവിതമാണ്. അവരുടെ നാട്ടിലെ ജനങ്ങളെ തിരുവനന്തപുരത്തേക്ക് നടത്തി ബുദ്ധിമുട്ടിക്കരുത്. 30 ദിവസത്തിനുള്ളിൽ ന്യായമാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് നടപ്പാക്കി കൊടുക്കണം. അങ്ങനെയല്ലല്ലോ ഉമ്മൻചാണ്ടി പറഞ്ഞത്? നിങ്ങൾ വരണം ഇന്റെ കാൽപാദത്തിനടിയിൽ, ഞാൻ കാത്തു നിൽക്കും, ജനസമ്പർക്ക പരിപാടി നടത്തും, വരണം അല്ലേ? ജനസമ്പർക്ക പരിപാടിന്റെ പരിസരം ഒരു 5 മണിയാകുമ്പോൾ ഞാൻ പോയി നോക്കി. മലപ്പുറത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ജനറൽ വാർഡ് മാതിരിയാ. മൂക്കിന് പൈപ്പിട്ടാൻ, മൂത്രത്തിന് പൈപ്പിട്ടാൻ, വായിന് പൈപ്പിട്ടാൻ, സ്ട്രെച്ചർ, വീൽ ചെയർ, ട്രോളി ഇല്ലേ? അത് കണ്ടിട്ടല്ലേ 5 മണിക്ക് നമ്മളെ മുഖ്യമന്ത്രിയും കുറച്ച് ലീഗും കോൺഗ്രസ്സുകാരും കൊണ്ട് വന്നിട്ട് സെൽഫിയാ. എന്നിട്ട് ചന്ദ്രികയിൽ ഒരു എഴുത്താ, മുടി പോലും ചീകാൻ നേരമില്ലാതെ ജനനായകൻ ജനസമ്പർക്ക പരിപാടിയിൽ ബദാമു വവ്വാലും ഊണ്ടിട്ട മാതിരിയ മൂപ്പര മുടി ചീകാത്തിന് നമ്മളെന്ത് കാട്ടി? ചന്ദ്രിക എഴുതിയതാണ്. മനോരമ എഴുതിയ ഒരു കയ്യിൽ ഹോമിയോപ്പതി, മറു കയ്യിൽ യൂനാനി, കാലിൽ അലോപ്പതി. ഡോക്ടർ വന്ന് നോക്കുകയാണ്, തലയിൽ ഒരു നെല്ലിക്ക തളം വെച്ച് കൊടുക്കേണ്ടിയിരുന്നു. 2015 വിവരമുള്ളവരുണ്ടെങ്കിൽ ആരെങ്കിലും അവരെ പാർട്ടിയിൽ വിവരമുള്ള ആളുകൾ ഇത് കേട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം 5 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് സുതാര്യ കേരളത്തിലേക്കൊന്ന് എഴുതുക. കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊടുത്ത ചെക്കിൽ എത്ര തുക ഇനി ഈ നാട്ടിലെ ജനതയ്ക്ക് കിട്ടാനുണ്ട്? ഉത്തരം 8,98,00,000 രൂപ. അത് കൊടുക്കാതല്ലേ നടന്നിരുന്നു? അതുകൊണ്ട് തോറ്റത്. അത് മാത്രമല്ലല്ലോ, നമ്മുടെ സ്മാർട്ട് സിറ്റി ഇപ്പോൾ പിണറായി സഖാവിനെ ഇടക്ക് തോണ്ടുക ഉമ്മൻചാണ്ടി. എന്നാ തുറക്കുക? മൂപ്പരാണ് ഉദ്ഘാടനം ചെയ്ത്. ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചാവി അപസ്മാര രോഗീന്റെ കൈ കൊടുത്തിട്ട് പോകുന്നതല്ലല്ലോ. എന്താ തുറക്കാത്തത്? തുറക്കാൻ പറ്റൂല, പണി കഴിഞ്ഞിട്ടില്ല. സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ അടുക്കളയിൽ പപ്പടം കച്ച. അപ്പം എൻ്റെ മോളിനോട് വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മച്ചി നമ്മളെ വീടിൻ്റെ ഉദ്ഘാടനം നടത്തണം. ഞാൻ പറഞ്ഞു വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ, ആയിട്ടില്ല കേട്ടോ മോളെ. അപ്പം എന്നോട് പറഞ്ഞു അതെല്ലാം വെച്ച് ഇവിടെ വന്ന് നോക്കി. ഉമ്മൻചാണ്ടി സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉള്ളിൽ ഇന്ത്യക്കാർ പണിയെടുത്തോണ്ട് കയറുക. കുട്ടി അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പറഞ്ഞാണ് നമുക്കിതൊക്കെ നടക്കും. ഗവൺമെന്റ് പറഞ്ഞല്ലോ 2017 അത് പൂർത്തിയാക്കി തരും. ഉമ്മൻചാണ്ടി പിന്നെ ഒരു ഉദ്ഘാടനം നടത്തിയല്ലോ, കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം. ഇപ്പോഴും പശുവാടും അപ്പിട്ട് ഇറക്കുക. അതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ട് സ്കോട്ട്ലൻഡിന്റെ വിമാനത്താവളത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് 15 മിനിറ്റ് കൊണ്ട് 15,000 തെറിയാം പിൻവലിച്ചു. പൊന്നു ഉമ്മൻചാണ്ടിയെ പണ്ട് ഞങ്ങളെ പറ്റിച്ചിരുന്നു. പുതിയങ്ങാടിക്ക് പോണ ബസ് പച്ച, അങ്ങ് മാനാഞ്ചിറയ്ക്ക് പോണ ബസ് നീല.
അങ്ങനെ കോഴിക്കോട്ടേക്ക് പോണ ബസ് ചോപ്പ്. ഇതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലം നമ്മുടെ കാരണവന്മാർക്ക് ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് കടന്നു വന്ന് സാക്ഷര കേരളം പദ്ധതി നടപ്പിലാക്കി അടുക്കളയിലിരിക്കുന്ന സ്ത്രീക്ക് പോലും എഴുതാനും വായിക്കാനും പഠിപ്പിച്ച ഈ നാടിനകത്ത് ഒരു മുഖ്യമന്ത്രി, ഞാനോ നിങ്ങളോടില്ലല്ലോ, ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്കോട്ട്ലൻഡിന്റെ വിമാനത്താവളത്തിടുക. കൊച്ചി മെട്രോന്റെ ഉദ്ഘാടനം നടത്തിയത് 400 മീറ്ററാണ് ശരിയാക്കിയത്. നമ്മുടെ MK ഇബ്രാഹിം കുഞ്ഞ്, മുസ്ലിം ലീഗിന്റെ MLA മുക്കാ കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞ് കയറി പച്ച കൂടിയിട്ട് നമ്മുടെ യൂത്ത് ലീഗിന്റെ വിചാരം എന്താ വെച്ചാൽ മുസ്ലിം ലീഗിന്റെ ജാഥക്ക് പോകാന്ന. അതിന് തേങ്ങാപ്പൂളില്ല. അത് എന്താണ്? സിഗ്നലാണ് വണ്ടിക്ക് പോകാനുള്ള. 300 മീറ്റർ പോയപ്പോ ഈ നിയന്ത്രിക്കണ ചങ്ങായി ഇതിന്റെ സ്വിച്ച് ഓഫാക്കി. എന്നിട്ട് കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞിനോട് പറഞ്ഞു, എന്ത് നിങ്ങൾ ഇനി പോകണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഇട്ടാൽ മതി, നിർത്തണം എന്നുണ്ട്. നിർത്താൻ നിങ്ങൾ ബാക്കി ഉണ്ടാവില്ല, 400 അടി താഴ്ചയിലേക്ക് സാധനം പോവാണ്. അപ്പൊ ഇജ്ജ് പോരുന്നില്ല ചോദിച്ചു. ഞാനില്ല, മൂക്കിൽ പഞ്ഞി വെച്ച് പള്ളിക്കാട്ടിക്ക് പോരാൻ ഇപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതല്ലേ കൊച്ചി മെട്രോ 2017 പൂർത്തിയാക്കിയിട്ടാണ് തരുന്ന. വെറുതെ UDF തകർന്ന് തരിപ്പണമായത്. ആരാളുള്ളത് UDF-ൽ? ഒന്ന് നിങ്ങൾ പറഞ്ഞേ. UDF-ന്റെ കൂടെ ഉള്ളത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് എന്തുകൊണ്ട് നിൽക്കുക? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. മുസ്ലിം ലീഗിന് ചേക്കേറാൻ കേരള രാഷ്ട്രീയത്തിൽ വേറൊരിടില്ല. അതുകൊണ്ടല്ലേ മാണി കള്ളനാണ് നമ്മൾ പറഞ്ഞപ്പോ ഏറനാട്ടിലെ മുസ്ലിം ലീഗിന്റെ MLA സ്വാമിയേ ശരണമയ്യപ്പ 2 ലഡു മാണീന്റെ ഉണ്ടാക്കുന്നത് ഇല്ലേ? ഇപ്പൊ മാണിയോടെ UDF-നേറ്റ് കല്യാണം കഴിഞ്ഞു, മുത്തലാഖും ചൊല്ലി നഷ്ടപരിഹാരത്തിന് കേസും കൊടുത്ത് വേറെ ബ്ലോക്കാക്കിയിരിക്കുക. പിന്നെ MP വീരേന്ദ്രകുമാർ, ഞാൻ പോയ കോഴിക്കോട്ടാണ് കിട്ടൂല എന്ന് പറയുന്നത്. 3 ആളെ മത്സരിപ്പിച്ച് 3ഉം പള്ളിക്കാട്ടിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായിക്ക് അനുരാഗം പോരാ. കൊടിയേറി നോക്കുന്നത് പ്രണയ പരവശനായിട്ടല്ല. പ്രേമചന്ദ്രൻ RSP പോയി 6 ആളെ മത്സരിപ്പിച്ച് 6 മയ്യത്തായി. പിന്നെ കുന്നംകുളത്ത് ഒരു ജോൺ ഉണ്ട് കേട്ടോ, മൂപ്പരൊരു പാവമാണ്. നമ്മളെ AC മൊയ്തീന് സഖാവുമായിട്ട് മത്സരിച്ചതാ. ഒരു പാർട്ടിന്റെ സംസ്ഥാന സെക്രട്ടറി ആരാ? ഞാനാണ്. പ്രസിഡന്റോ ഞാൻ തന്നെ. 15 ജില്ലാ പ്രസിഡന്റ് 14. അത് ഞാനല്ലാതെ പിന്നെ ആരാ? ഒരു വാർഡിൽ 10 വോട്ട് തേച്ചില്ലാത്ത ഒരു പാർട്ടിന്റെ നേതാവ് അല്ലാതെ ആരാ UDF-ന്റെ കൂടെ ഉള്ളത്? 91 സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചല്ലോ. എങ്ങനെയാ ജയിച്ചത്? ആ 91 സീറ്റിനൊരു മഹത്വമുണ്ട്. ഞങ്ങളിൽ നിന്നും പോയ കുറെ കീടങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. രാഷ്ട്രീയ ഭൂപടത്തിൽ അവരെ കാണാനില്ല. നിങ്ങളിൽ നിന്നും പോകുന്നവരെ ഞങ്ങൾ നല്ല മനുഷ്യരാക്കി മാറ്റി. അവർ രാഷ്ട്രീയ ഭൂപടത്തിൽ തിളങ്ങി നിൽക്കുക. ഒരു കീടാരാ? നെയ്യാറ്റിൻകരയിലെ ശെൽവരാജ്. പൂഞ്ഞാറിലെ PC ജോർജ് മിഠായി വാങ്ങിത്തരാതെ കൊണ്ടേ. പൂഞ്ഞാറിലെ PC ജോർജിന് ആരെങ്കിലും വിശ്വസിക്കോ? മൂപ്പര് കൊണ്ടുപോയി ഇപ്പൊ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ആൻസലൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ചുണക്കൂട്ടാൻ മത്സരിച്ചു. 15,000 വോട്ടിന് ശെൽവരാജിനെ ആട്ടി വിട്ടിട്ടുണ്ട്. പിന്നെ നിസ്കരിക്കാൻ മസ്കറ്റ് ഹോട്ടലിൽ പോയ അബ്ദുള്ള കുട്ടി. അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഞാൻ തലശ്ശേരിയിൽ. അവിടെ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് AN ശംഷീർ 35,000 വോട്ടിന് തോറ്റ് വിട്ടിട്ട് മാത്രം പോരാ, കാണാൻ ലുക്കില്ലെങ്കിലും കോട്ടിട്ടിട്ട് കണ്ണൂർ കോടതിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ടൊരു കേസുണ്ടാവും കൊടുത്തോളി. പിന്നെ ആരാ? MP വീരേന്ദ്രകുമാറിന്റെ മകൻ ശ്രേയംസ് കുമാർ. കൽപ്പറ്റയിലല്ലേ മത്സരിച്ചത്? കൽപ്പറ്റയിലെ നമ്മുടെ ശശീന്ദ്രൻ സഖാവിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് പോയി ഞാൻ. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവിന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ആര് ജയിക്കും കൽപ്പറ്റയിൽ? എന്നോട് പറഞ്ഞു ശ്രേയംസ് കുമാർ ജയിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ശശീന്ദ്രൻ സഖാവ് ചെരുപ്പിടൂല, പാല് വിറ്റിട്ടോ നടക്കൂലട്ടോ സഖാവ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു. മെയ് 16 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 17-ാം തീയതി രാവിലെ ഞാൻ വിളിച്ചു, എന്താ ട്രെൻഡിൽ വല്ല മാറ്റുണ്ടോ? അപ്പൊ എന്നോട് പറഞ്ഞു ശശീന്ദ്രൻ സഖാവ് ജയിക്കും. അപ്പൊ ചെരുപ്പ് വെച്ചു, വേണ്ട പാല് വെച്ചു, കുഴപ്പമില്ല. 15,000 വോട്ടിന് കോടിക്കണക്കിന് രൂപ വാരി വിതറിയിട്ടും താപ്പാന ശ്രേയംസ് കുമാറിനെ അടിപതറിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പാവങ്ങളുടെ പടത്തലവൻ അങ്ങ് നിയമനിർമ്മാണ സഭക്കകത്തിരിക്കുന്നത്. ആരൊക്കെയാ ഉള്ളത്? പിന്നെ ആരൊക്കെയാ? അവരിൽ നിന്നും നമ്മളിൽ നിന്നും പോയവർ മുഴുവൻ തോറ്റു തുന്നമ്പാടി. എന്നാൽ അവരിൽ നിന്നും നമ്മളിലേക്ക് കടന്നു വന്നവർ, ഒന്ന് മലപ്പുറത്തിന്റെ സുൽത്താനും കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ സഖാവ് KT ജലീൽ. മുസ്ലിം ലീഗിന്റെ 6,500 ഭൂരിപക്ഷം 17,500 മാറ്റി കേരളത്തിനകത്ത് മന്ത്രിയായി. എന്തിനാ ജലീല് പോന്നത്? ഗുജറാത്തിലെ ഫണ്ടിൽ അഴിമതി നടത്തി, അതിന്റെ കണക്ക് വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മുസ്ലിം ലീഗിനെ വിളിച്ചിട്ട് KT ജലീലിനെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, കെമിസ്ട്രിയും ഫിസിക്സും ബയോളജി ചോദിച്ചോ, പക്ഷെ മാത്തമാറ്റിക്സ് ചോദിക്കരുത്, ഞങ്ങൾക്ക് ടഫാണ്. അപ്പൊ ജലീല് പറഞ്ഞു, മാത്സ് പഠിച്ചിട്ട് ഞാൻ വരാം. മാത്സ് ഞങ്ങൾ പഠിച്ചു കേട്ടോ, അതിന് പോകണ്ട. പക്ഷെ കണക്ക് വെപ്പിച്ചു. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ മലപ്പുറത്ത് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ നേതാക്കള് പത്രസമ്മേളനം വിളിച്ചിട്ട് പറയാം, മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേര് ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട്. ട്രസ്റ്റ് ഉണ്ടാക്കണതിനാ? പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ, വീടില്ലാത്തവർക്ക് രക്ഷിക്കാൻ, ആശുപത്രിയിൽ പോകുന്നവർക്ക് പൈസ കൊടുക്കാനാ. ഇവരെന്താ കാട്ടിന്ന് വെച്ചാൽ ഒരാൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി,
ഒരാൾ ഇതിനോട് മത്സരിച്ചിട്ട് പെരിന്തൽമണ്ണ ടൗണിൽ 35 സെന്റ് സ്ഥലം വാങ്ങി, ഒരാൾ 22 സെന്റ് സ്ഥലം വാങ്ങി. ആരാ വിളിച്ചു പറയുന്നത്? മലപ്പുറത്തെ CPIM-ന്റെ പാർട്ടി സെക്രട്ടറി PP വാസുദേവനല്ല പത്രസമ്മേളനം നടത്തിയത്. മുസ്ലിം ലീഗിന്റെ പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയിൽ ലീഗിന്റെ നേതാക്കള് വിളിച്ചു പറയാ. അപ്പൊ കണക്ക് ഇവർക്ക് എല്ലായിടത്തും തെറ്റുണ്ട്, ഗുജറാത്തിൽ മാത്രമല്ല. അതുകൊണ്ടല്ലേ തെരഞ്ഞെടുപ്പിന്റെ 4 ദിവസം മുമ്പ് 4 കുറെ ഇന്ത്യക്കാരില്ലേ, സ്ത്രീകളും കുട്ടികളും കൂടി വന്നിട്ടുണ്ട് ഇറങ്ങി. വന്നിട്ട് എനിക്ക് ഹിന്ദി കൊച്ചു അറിയുള്ളൂ, പക്ഷെ ഞാൻ അറിഞ്ഞ ഹിന്ദിയിൽ എനിക്ക് മനസ്സിലായത് മുസ്ലിം ലീഗ് പട്ടയം. ഞാൻ ആദ്യം കരുതിയത് അതല്ല, ഇന്ത്യക്കാർ കുറെ നമ്മളെ നാട്ടിലുണ്ടല്ലോ, ഈ പഹയന്മാർ വോട്ട് എടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്തില്ല, ഇന്ത്യയിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, ഇത് കോണിയാണ്, കോണിക്ക് വോട്ട് ചെയ്യണമെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പൊ അങ്ങനെ ഗുജറാത്തിൽ നിന്ന് ഇവർ പണ്ട് വീടുണ്ടാക്കി കൊടുത്താണല്ലോ, അപ്പൊ കുടുംബയോഗത്തിന് കൊണ്ടുവന്നതാണ്. പക്ഷെ അവര് പറഞ്ഞെന്താ, ഞങ്ങൾക്ക് പട്ടയം തരണം, പട്ടയം കിട്ടിയ പഞ്ചായത്തിൽ നിന്ന് 2 ലക്ഷം റുപ്യ കിട്ടും. പൊന്ന മുസ്ലിം ലീഗ് നല്ല മാതൃക ഞങ്ങൾ കാണിച്ചു തന്നിട്ട് മുസഫർ നഗറിന്റെ മണ്ണിൽ കലാപമരങ്ങേറിയപ്പോ ആയിരക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളായി മാറിയപ്പോ അതിൽ നിന്നും ഏറ്റവും പാവപ്പെട്ട 62 കുടുംബങ്ങളെ സർവേ നടത്തി ഞങ്ങൾ കണ്ടെത്തി. ഈ പുതിയങ്ങാടിയിലെ ഓരോ കടയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ DYFയുടെ പ്രവർത്തകർ ബക്കറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നപ്പോൾ നിങ്ങൾ തന്ന 100-ന്റെയും 50-ന്റെയും 20-ന്റെയും 10-ന്റെയും നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി കോടിക്കണക്കിന് രൂപയായി ഞങ്ങൾ മുസഫർ നഗറിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോയി 62 കുടുംബങ്ങളുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത് പട്ടയം അവരുടെ കയ്യിൽ കൊടുത്തിട്ട് നല്ല വീടുണ്ടാക്കി കൊടുത്ത് വീടിന് ചുറ്റും മതിൽ വെച്ചിട്ട് ആ മതിലിന് ഒരു ഗേറ്റും വെച്ചിട്ട് ഞങ്ങൾ അതിന് പേരിട്ടു ബൈത്തുർ റഹ്മ എന്നല്ല പേരിട്ടത് മുസ്ലിം ലീഗ്. ഞങ്ങൾ ഇട്ട പേര് ഏകത കോളനി, ഒരുമയുള്ള കോളനി എന്ന് പേരിട്ടുകൊണ്ട് മാതൃക കാണിച്ചു തന്നില്ലേ മുസ്ലിം ലീഗ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാതൃകയെങ്കിലും പിൻപറ്റാൻ നോക്കണം ഇസ്ലാമിന്റെ സംരക്ഷണം പറയുന്നവര്. അതല്ലേ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞു. KT ജലീലിന് ഇപ്പൊ എന്താ പ്രശ്നം? കേരളത്തിലെ വലിയ പ്രശ്നം താടിയാട്ടോ. നിയമനിർമ്മാണ സഭയിലെ ചർച്ചയാണ്. താടി സുന്നത്താണോ ഫർദാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിൽ നോട്ടിന്റെ നിരോധനം കൊണ്ട് മനുഷ്യൻ എടങ്ങേറാവോട് ജീവിക്കാൻ. റേഷൻ കടയിൽ അരി കിട്ടാത്തതുകൊണ്ട് ഈ താടി എന്ന് പറഞ്ഞ സാധനം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ ആണുങ്ങളെ മുഖത്തുണ്ടാകാൻ തുടങ്ങിയതല്ലല്ലോ, പുരുഷന്മാരുണ്ടായ കാലം മുതലേ ഉള്ളതാണ്. 20 MLA-മാരും ചോദിച്ചു വാങ്ങിയ മഞ്ഞളാംകുഴി അടക്കമുള്ള മാലിന്യ മന്ത്രിമാരും ഇരിക്കണ നിയമനിർമ്മാണ സഭക്കകത്ത് ഈ താടീന്റെ കാര്യം ഇവർ സംസാരിച്ചില്ല. 4 ആളിന് കൂടുന്നോർത്ത് ഇസ്ലാമൊക്കെയാണ്. താടി സുന്നത്താണ് ഇസ്ലാമിനകത്ത്, ഒരു സംശയവും ലാ ശക്ക ഫീഹി, എനിക്കൊരു എതിർപ്പില്ല. പക്ഷേ ആ താടിന്റെ സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ലീഗ് പലിശേന്റെ അറാമിനെ കുറിച്ചും നിയമസഭയിൽ പറയണം. സഹകരണ ബാങ്കുകൾ പൊളിഞ്ഞാടാൻ പോവുകയാണ്. അപ്പൊ ആ സമരം ഇടതുപക്ഷം ഏറ്റെടുക്കുമ്പോൾ സഹകരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ. അദ്ദേഹം പറഞ്ഞു, സഹകരണ ബാങ്കിന്റെ സമരത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ട്, ബാങ്ക് ഉണ്ടായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു ആ തീരുമാനത്തെ. പക്ഷേ ഈ ബാങ്കിൽ എന്താ കൊടുക്കണം? നിങ്ങളെ ബാങ്കാണല്ലോ, നിങ്ങൾക്കുണ്ടല്ലോ സഹകരണ ബാങ്ക്. അതിലെന്താ നിങ്ങൾ കൊടുക്കണത്? ചക്കക്കുരു അല്ലല്ലോ. പലിശ വാങ്ങലും കൊടുക്കലും തന്നെയല്ലേ ഇവിടെ നടത്തുന്നത്. അപ്പൊ പലിശേന്റെ അറാമും പറയണം. പിന്നെ അവര് പറഞ്ഞു KT ജലീൽ എവിടേക്ക് പോകാൻ സാധ്യത ഉണ്ട്? BJP-യിലേക്ക് പോകാൻ സാധ്യത ഉണ്ട്. ആരാ പറയണത്? മുസ്ലിം ലീഗിന്റെ നേതാക്കൾ. പൊന്നു മുസ്ലിം ലീഗ്. അബ്ദുൽ സമദ് സമദാനി സാഹിബ് നല്ല സിമിയുടെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ നിങ്ങൾ MP ആക്കി, MLA ആക്കി. പോരാത്തതിന് കോഴിക്കോട് കടപ്പുറത്ത് റമദാൻ മാസത്തിൽ മദീനയിലേക്കുള്ള പാത വിരിച്ച് മുസ്ലിം സമുദായത്തെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഉസ്താദാക്കി മാറ്റി. ആ ഉസ്താദ് തന്നെയാണ് എന്ത് ചെയ്തത്? RSSന്റെ ബാലഗോകുലം എന്ന് പറയുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കേരളത്തിന്റെ മണ്ണിൽ നിർവഹിച്ചു കൊടുത്തത്. അതുകൊണ്ട് മുസ്ലിം ലീഗർ ആദ്യം ചെയ്യേണ്ടത് വിചാരധാര എന്ന് പറയുന്ന RSSന്റെ പിതാവ് ഗോൾവാക്കർ രചിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഒന്ന് വായിക്കുക. അതിന് 19ാമത്തെ പേജിൽ 19ാമത്തെ പാഠത്തിൽ ഈ രാജ്യത്തെ മുസ്ലിമിനെ കൊന്നുകൊണ്ട് രാമരാജ്യം പണിയണം. 20ാമത്തെ അധ്യായത്തില് ഈ രാജ്യത്തെ ക്രിസ്ത്യാനിയെ ഇല്ലാതാക്കിക്കൊണ്ട് രാമരാജ്യം പണിയണം. 21ാമത്തെ അധ്യായത്തില് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്ന് രാമരാജ്യം പണിയണം എന്ന് നന്നായി എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് 15 ഭാഷകൾ അറിയാവുന്ന അല്ലാമ ഇക്ബാലിന്റെ കവിതകൾ ഇങ്ങനെ ചൊല്ലിയാൽ കോഴിക്കോട് കടപ്പുറത്തെ മണൽത്തരികൾ എണീറ്റ് പായുന്ന പ്രസംഗം നടത്തുന്ന സമദാനി സാഹിബിനോട് ഈ പുസ്തകം കൂടി കൂട്ടത്തിൽ ഒന്ന് വായിക്കാൻ പറയണം. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ. ആ KT ജലീൽ കഴിഞ്ഞാൽ അടുത്തതാരാ? നിങ്ങളെ കോഴിക്കോട് കുന്നമംഗലത്ത് PTA റഹീം സാഹിബ് മുസ്ലിം ലീഗുകാരനായിരുന്നല്ലോ. കഴിഞ്ഞ തവണ നമ്മുടെ കൂടെ വന്ന് 3000 വോട്ടിന് ജയിച്ചു. ഈ തവണ 11,000 വോട്ടിനാണ് ജയിച്ചത്. ആരാ എതിരാളി? നമ്മളെ സിദ്ദീഖ്. 3 കുപ്പായം, 3 ഫോണ്, 3 കാറ്.
പക്ഷെ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞു കുന്നമംഗലത്തോട് സിദ്ദീഖ് ചാനലിൽ കയറി ബബ്ബ ബബ്ബ ഞഞ്ഞ പറയലല്ല രാഷ്ട്രീയം, ഇത് മതനിരപേക്ഷതയുടെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന PTA റഹീം സാഹിബ് ജയിച്ചേ മതിയാകൂ, ഞങ്ങൾ ജയിപ്പിക്കും. അവർ ജയിപ്പിച്ചു. കൊടുവള്ളി മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് പൊന്നാപുരം കോട്ട തകർത്ത് തരിപ്പണമാക്കി കാരാട്ട് അബ്ദുൾ റസാഖ് ഇടതുപക്ഷത്തിന്റെ ചെങ്കൊടിയേന്തി അവിടെ ഇരിക്കുന്നുണ്ട്. KPCCയുടെ നേതാവായിരുന്നു താന്നൂരിലെ B അബ്ദുറഹ്മാൻ. അദ്ദേഹം അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് പറഞ്ഞത്, 60 കൊല്ലമായി തന്നൂരിന്റെ കടപ്പുറത്ത് പച്ചക്കൊടിയെ പാറുന്നുവെങ്കിൽ ഈ തവണയും അതേ പാറു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ B അബ്ദുറഹ്മാനെ മുന്നിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ഈ തവണ ആ കടപ്പുറത്തെ പച്ചക്കൊടി ഞങ്ങൾ ചുവപ്പ് കൊടിയാക്കി മാറ്റും രണ്ടത്താണി. അത് പറഞ്ഞ് 6500 വോട്ടിനാണ് താന്നൂരിൽ B അബ്ദുറഹ്മാൻ ജയിക്കപ്പെട്ടത്. പിന്നെ കുറെ നേതാക്കന്മാർക്ക് അടിപതറി. ഒന്ന് തൃപ്പൂണിത്തറയില് നമ്മുടെ K ബാബു, കള്ളം ബാബുവിന്റെ സ്വരാജായിരുന്നു എതിരാളി. സ്വരാജിനെ വോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ പോയിരുന്നു. അപ്പൊ ഞങ്ങളെ മുമ്പ് നിന്ന് പ്രസംഗിക്കുകയാണ് ആര്, ബാബു. ഒരു ഈ അങ്ങാടിയിലുള്ള പ്രസംഗം ഉണ്ടാവില്ല, പ്രചരണം. അപ്പൊ ഞങ്ങൾ ആ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ബാബു പ്രസംഗിക്കാണ്. മലപ്പുറത്ത് നിന്നും ചില ഗുണ്ടകൾ ഇറങ്ങിയിട്ടുണ്ട്, എന്നെ കണ്ടിട്ടാവും. ഞാൻ എൻ്റെ ഒപ്പം നിൽക്കുന്ന വിനീഷിനോട് പറഞ്ഞു, വിനീഷ് ഇയാൾ തോൽക്കുന്നു, ഇയാൾ ഉറപ്പിച്ചിട്ടോ, അല്ലെങ്കിൽ ഇന്നപ്പോഴത്തെ ഒരു സാധുവിനൊക്കെ അയാൾ അവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? തോറ്റില്ലേ? 6000 വോട്ടിനാണ് തൃപ്പൂണിത്തറയിൽ DYFയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് M സ്വരാജ് 35 കൊല്ലമായി അട്ടിപ്പേറായി കിടന്ന തൃപ്പൂണിത്തറയിലെ MLA തൂത്തുവാരി പുറത്തേക്കിട്ടത്. പിന്നെ നമ്മളെ ആര്യാടെ നിലമ്പൂരിൽ ആര്യാടെ റിലേ കോലേറ്റ് നടക്കുക. റിലേന്റെ ബാറ്ററി ഉണ്ടല്ലോ നമ്മൾ കുട്ടികൾ ഓടുമ്പോൾ കൊടുക്കണേ. അപ്പൊ ഇങ്ങനെ വയസ്സായിട്ട് പോകാതെ നിൽക്കണ മോനൊന്നുണ്ട് വലുതാവട്ടെ വെച്ചിട്ടാ മോന് കണ്ട് കൊടുത്തു. നമ്മളവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഞാൻ പ്രസംഗിച്ച് ഇത്രേ ഉള്ളൂ: രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ആര്യയുടെ ഷൗക്കത്ത്, കുട്ടിപ്പ, മാനുപ്പ, ഇത് വരാതിരിക്കണമെങ്കിൽ ഇപ്പൊ നല്ല അവസരമാണ്, ആര്യാടന്റെ മോനെ തോൽപ്പിച്ചോളി കോൺഗ്രസ്സുകാര് എന്ന് പറഞ്ഞു. ആ കുട്ടികളത് കേട്ടു. അതുകൊണ്ട് ഇപ്പൊ B പ്രകാശൻ DCC പ്രസിഡന്റായി മാറി. നന്നായി. അപ്പോൾ അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യമാണ്. അവിടെ PV അൻവർ ജയിച്ചു. അപ്പൊ ഈ തരത്തില് ജയിച്ചു വരികയാണ്. ഇപ്പൊ ഓരോ കള്ളന്മാരായിട്ട് നമ്മൾ പിടിക്കാൻ തുടങ്ങി. അതിൽ എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എന്താ അറിയോ, നമ്മളെ PK ജയലക്ഷ്മി ഉണ്ടല്ലോ, പട്ടികജാതി ക്ഷേമ വകുപ്പിന്റെ മന്ത്രി. ഞാൻ ആ പെൺകുട്ടി ഒരു സാധുവാണെന്നാ കരുതിയിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എല്ലാ കള്ളന്മാരും കൂടി ചക്കരക്കുടത്തിൽ കൈയിട്ടിട്ട് 5 വിരലും കൂടി നക്കുമ്പോൾ ഒരു ചെറുവിരലെങ്കിലും നക്കണം എന്ന് ആ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവും. 1.5 കോടി ഉറുപ്പ്യല്ലേ കട്ടത് കുടുംബക്കാർക്ക് വായ്പ എഴുതി തള്ളാൻ. പിന്നെ 1,68 ലക്ഷം രൂപ കൊടുക്കാൻ ബാംഗ്ലൂർ വിജിലൻസ് കോടതി ഉമ്മൻചാണ്ടിനോട് പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരാ മോൻ? തെളിവില്ല നമ്മൾ വെളിവുണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ടും നുണ പറയാണ്. ഞാൻ ആ കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. പൊന്നു ഉമ്മൻചാണ്ടിയെ, നിങ്ങളെ കേസിൽ വക്കാലത്ത് ഒപ്പിടാതെ നിങ്ങൾക്ക് കോട്ടിട്ട് ഒരു വക്കീൽ അവിടെ ഹാജരാകുമോ ബാംഗ്ലൂരിൽ? ആരോടാ നിങ്ങൾ ഈ പുളു പറയുന്നത്? 1,68 ലക്ഷം രൂപ കൊടുത്തോളി. കേരളത്തിലെ കോടതിയാണെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി പറയും രാഷ്ട്രീയ പകപോക്കലാണ്. ബാംഗ്ലൂരിൽ പകപോക്കാൻ ഞങ്ങളില്ല, അതുകൊണ്ട് കൊടുത്തോളാം. പിന്നെ ആരാണ്? നമ്മളെ K ബാബു, കള്ളം ബാബു കുടുങ്ങാണ്. കള്ളം ബാബുവിന് ഇൻട്രസ്റ്റ് സ്വർണ്ണത്തിലാട്ടോ. ചില കള്ളന്മാരെങ്ങനെയാ മൊബൈലേ കക്കൂ, ചിലർ ലാപ്ടോപ്പേ കക്കൂ, ചിലർ വേറെ ചില സ്ഥാപക ജംഗമ വസ്തുക്കൾക്ക് കക്കലുണ്ട്. പക്ഷെ കള്ളം ബാബു കട്ടത് സ്വർണ്ണമാണ്. കുടുംബത്തിലുള്ള സകലമാന പെണ്ണുങ്ങളെ 250-300 റേഞ്ച് വെച്ച് സ്വർണം കൊടുത്തിട്ട് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മൂപ്പര് പിടിക്കപ്പെടും, പൂജപ്പുരയ്ക്ക് പോകുന്ന ഉറപ്പായപ്പോൾ ഭാര്യ ഒരു ചാക്കും കൊണ്ട് ഇറങ്ങി ബാങ്കിന്റെ ലോക്കറിൽ കയറുക, ഗ്രൈഡി പിടിച്ച കുട്ടികൾ ചക്കക്കൂട്ടാൻ കണ്ട ഒരു മാന്തി കൂട്ടുക, സഞ്ചിക്കുക. ഞാനപ്പോൾ അത് കണ്ടപ്പോൾ എന്താ ആലോചിച്ചു, നമ്മൾ CID മൂസ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ജഗദീഷ് ശ്രീകുമാറും ബിന്ദു പണിക്കരും ഭാര്യയും ഭർത്താവും. അപ്പൊ താഴേന്ന് കൊച്ചിൻ അനിപ്പ പറയും ബോംബ് ഇട്ടിട്ടുണ്ട് ഓടിക്കോ. അപ്പൊ ഓടാൻ പറയുമ്പോ ബിന്ദു പണിക്കർ TV ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കൂട്ടി പിടിക്കുക. അപ്പൊ പറയും ഈ കുട്ടീനെ എടുക്കാൻ മറന്നു. അതേപോലെ മാപ്പിള ഏതായാലും പോകുകയാണ്, എന്നാ പിന്നെ സ്വർണ്ണെങ്കിലും കൊണ്ട് വീട്ടിലിരിക്കട്ടെ വെച്ചിട്ട് മാന്തി കൂട്ടുകയാണ്. ബാബുവിനെ പിടിക്കുമ്പോഴും ഉമ്മൻചാണ്ടി പറഞ്ഞെന്താ വെച്ചാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ B നിലവറ തുറന്നിട്ടില്ല, അതുകൊണ്ട് എല്ലാം പിടിക്കുണ്ടാവൂല. പക്ഷെ എൻ്റെ ഉമ്മൻചാണ്ടിയെ UDF ഈ കേരളത്തിലെ പാവപ്പെട്ടവന്റെ നികുതി പണത്തിൽ കൈയിട്ട് നിങ്ങൾ വാരിയിട്ടുണ്ടെങ്കിൽ, അത് സ്വന്തം കീശയിലാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കേരളം ഭരിക്കുന്നത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുന്നത് ഇടതുപക്ഷ പാർട്ടികളാണെങ്കിൽ A മുതൽ Z വരെ ഞങ്ങൾ തുറക്കും. കള്ളനാണെന്ന് തെളിഞ്ഞാൽ നല്ല മണിച്ചിത്രത്തായിട്ട് പൂട്ടാനും അറിയുന്ന ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് എന്ന് വല്ല ഓർമ്മയുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് ഇവർ പറഞ്ഞത് നമ്മൾ അക്രമകാരികളാണ്. പിന്നെ ഇവരെല്ലാവരും കൂടി ഒരു പാത്രത്തിൽ ചോറുന്നാന്ന് പറഞ്ഞു. മുസ്ലിം ലീഗും കോൺഗ്രസും NDF RSS എല്ലാവരും കൂടെ ഞങ്ങൾ അക്രമകാരികളാണ്. ഞങ്ങൾ അക്രമകാരികളല്ല. നമ്മൾ അക്രമകാരികളായിരുന്നുവെങ്കിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ്
കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു MLA വെടിയേറ്റു മരിച്ചത്. എത്രയോ MLA-മാർ കേരളത്തിൽ പിന്നീട് വന്നിട്ടും ഒരാൾ പോലും കൊല്ലപ്പെട്ട വാർത്ത നിങ്ങൾ കേൾക്കാത്തത് ഞങ്ങൾ അക്രമകാരികളല്ലാത്തത് കൊണ്ടാണ്. കേരളത്തിൽ ഒരേ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലപ്പെട്ടിട്ടുള്ളൂ, സഖാവ് രാമന്തളിയിലെ സഖാവ്. ഒക്കെ എത്രയോ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പിന്നീട് ഭരിച്ചിട്ടും ഒരാൾ പോലും കൊല്ലപ്പെട്ട വാർത്ത നിങ്ങൾ കേൾക്കാത്തത് ഞങ്ങൾ അക്രമകാരികളല്ലാത്തത് കൊണ്ടാണ്. കേരളത്തിൽ ഒരേ ഒരു മുനിസിപ്പൽ ചെയർമാനെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ചാവക്കാട് മുനിസിപ്പൽ ചെയർമാനായിരുന്ന സഖാവ് KP വത്സനെ വെട്ടിക്കൊന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. എത്രയോ മുനിസിപ്പൽ ചെയർമാൻമാർ വന്നിട്ടും ഒരാൾ പോലും കൊല്ലപ്പെട്ടു എന്ന വാർത്ത നിങ്ങൾ കേൾക്കാത്തത് ഞങ്ങൾ അക്രമകാരികളല്ലാത്തത് കൊണ്ടാണ്. ഇടതുപക്ഷത്തിന്റെ കൺവീനറായിരിക്കുന്ന സമയത്താണ് സഖാവ് അഴീക്കോടൻ രാഘവനെ ഇരുട്ടിന്റെ മറപറ്റിക്കൊണ്ട് കോൺഗ്രസ്സുകാർ കൊന്നത്. KPCC-ക്ക് ജനറൽ സെക്രട്ടറിമാരുണ്ടായി, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് ജനറൽ സെക്രട്ടറിമാരുണ്ടായി. കുമ്മനം വരെ HIV വൈറസായി ഈ കേരളത്തിൽ പടർന്നു പിടിച്ച ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് കുമ്മനം വരെ മിസ്കോളിലൂടെ പ്രസിഡന്റായി വന്നിട്ടും ഇന്ന് വരെ ഒരാൾക്കും ഒരു അപകടവും പറ്റാത്തത് ഞങ്ങൾ അക്രമകാരികളല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ കൊല്ലുന്നുണ്ട്. ഞങ്ങളുടെ മോഹനൻ പടുവിലായി നിങ്ങൾ കൊന്നത് പാപമായിരുന്നു ആ മനുഷ്യൻ. എന്തിനാണ് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നു വന്നുകൊണ്ട് വെട്ടിക്കൊല്ലുന്ന സമയത്ത് മഹാനവമി ദിവസമായിരുന്നു അന്ന്. ഹിന്ദു മതവിശ്വാസ പ്രകാരം RSS അവനവന്റെ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളും ആയുധങ്ങളും അമ്പലത്തിൽ പൂജക്ക് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കേണ്ട ദിവസത്തില് ആയുധങ്ങൾ അമ്പലത്തിൽ വെക്കാതെ ഒരു കയ്യിൽ വാളും മറുകൈയിൽ കാവിക്കൊടിയുമായി വന്നിട്ടാണ് മോഹനൻ സഖാവിനെ നിങ്ങൾ വെട്ടിയെരിഞ്ഞത്. എല്ലാ ആഘോഷങ്ങളും കമ്മ്യൂണിസ്റ്റുകാരനെ കൊല്ലാനുള്ള ലഹരി പിടിച്ച പേപ്പിടിച്ച ദിനങ്ങളാണ് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം പൊയിലൂരിലെ വിനോദൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സഖാവ് വിഷുവിന്റെ അന്ന് വെട്ടിക്കൊന്നത് RSS-കാര്. അതിന്റെ തൊട്ടു മുമ്പത്തെ വർഷത്തിലാണ് കൂത്തുപറമ്പിലെ P. ബാലനെ നിങ്ങൾ വെട്ടിക്കൊന്നത്. വിഷുവിന് തിരുവോണ നാളിലാണ് കണ്ണൂരിലെ പാർട്ടിയുടെ അമരക്കാരൻ സഖാവ് P. ജയരാജൻ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൈപ്പത്തി നിങ്ങൾ വെട്ടിയെടുത്തത്. ശബരിമലക്ക് മാലയിട്ട് പോകാനിരിക്കുന്ന കുട്ടിയെയാണ് കഴിഞ്ഞ ഡിസംബർ 4-ന് ആയിത്തറ വിജേഷിനെ വെട്ടിക്കൊല്ലുന്ന സമയത്ത് ആ ചെറുപ്പക്കാരന്റെ കഴുത്തില് രുദ്രാക്ഷമാലയുണ്ടായിരുന്നു. രുദ്രാക്ഷമാലയുടെ മുത്തുകൾ ചിതറി ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയി. അവസാനം പോസ്റ്റ്മോർട്ടം ടേബിളില് പോസ്റ്റ്മോർട്ടത്തിന് കാവല് നിന്ന പോലീസുകാരാണ് വിജേഷിന്റെ ശരീരത്തിൽ നിന്നും ആ രുദ്രാക്ഷമാലയുടെ മുത്തുകൾ പൊറുക്കിക്കൊണ്ട് ഞങ്ങളുടെ സഖാക്കളുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നത്. നിങ്ങൾ കൊല്ലുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസത്തില് രവീന്ദ്രൻ എന്ന് പറയുന്ന ധർമ്മടത്തെ സഖാവിനെ നിങ്ങൾ കൊന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഏങ്ങണ്ടിയൂരിലെ ശശികുമാറിനെ നിങ്ങൾ കൊന്നു. അത് കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞപ്പോ പയ്യന്നൂരിലെ DYFയുടെ നേതാവിനെ നിങ്ങൾ കൊന്നു. നിങ്ങൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളെ തകർക്കാമെന്നുള്ളത് നിങ്ങളുടെ വെറും സ്വപ്നമാണ്. RSS-ഉം BJP-യും ആരൊക്കെ കൂട്ടുനിന്നാലും ഞങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങൾ ഒത്തു കളിക്കുന്നുണ്ട്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി RSS-ഉം NDF-ഉം ഈ നാടിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കണ്ണൂരിലെ NDF-കാരൻ ഫസൽ വധക്കേസില് കാരായി രാജേട്ടനും ചന്ദ്രശേഖരേട്ടനും പങ്കില്ല എന്ന RSS-കാരനായ കുപ്പി സുബീഷ് നമ്മള് മൊഴി കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ്? NDF-ന് അറിയാമായിരുന്നു. കാരണം NDF-ന്റെ സുപ്രീം കൗൺസിൽ മെമ്പർ ജലാലുദ്ദീൻ അന്ന് ഫസൽ മരണപ്പെട്ട ദിവസത്തിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് RSS ആണ് കൊലപാതകത്തിന്റെ പിന്നില്. അങ്ങനെയാണ് പറഞ്ഞത്. RSS ആണ് കൊലപാതകത്തിന്റെ പിന്നില്, അങ്ങനെയല്ലേ പറഞ്ഞത്? പക്ഷെ പിറ്റേ ദിവസത്തില് അത് CPIM-ന്റെ പ്രവർത്തകരാണ് എന്ന് നിങ്ങൾ ഈ മണ്ണിനകത്ത് പറഞ്ഞു പരത്തി. അവസാനം സത്യമത പുറത്തു വരുമ്പോ ഞങ്ങൾക്കറിയാം നിങ്ങൾ മുമ്പും കളിച്ചിട്ടുണ്ട്. കണ്ണൂരില് മുഹമ്മദ് എന്ന് പറയുന്ന NDF-കാരൻ സുബഹി നിസ്കരിക്കാൻ പോയപ്പോ RSS-കാര് വെട്ടിക്കൊന്നു. RSS അതിന് പകരം NDF അതിന് പകരമായി അശ്വനി കുമാർ എന്ന് പറയുന്ന RSS-കാരനെ വെട്ടി. 2 കൂട്ടരും പിരിവ് നടത്തി. ആ കുടുംബത്തിന് ആ പണത്തിന്റെ 1% പോലും നിങ്ങൾ എത്തിച്ചില്ല. പോട്ടെ, അത് നിങ്ങളുടെ കാര്യം, അത് നിങ്ങൾ എത്തിച്ചില്ല. മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായി 73 ലക്ഷത്തിന്റെ നഷ്ടപരിഹാരം റിപ്പോർട്ട് ചെയ്തു. 47ഓളം വരുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്തു. പക്ഷെ തലശ്ശേരി കോടതിയിൽ ആ കേസ് വിചാരണക്കെടുക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് 2 കൂട്ടരും ഇരുട്ടിന്റെ മറപറ്റിക്കൊണ്ട് അത് ഒത്തുതീർന്നു. എന്തിനാണ് നിങ്ങൾ പട്ടിക്ക് വെട്ടാൻ പഠിപ്പിച്ചും ബലിദാനികളാക്കാനും പ്രഖ്യാപിച്ചുകൊണ്ടും നിങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരനെ വശത്താക്കിയിട്ട് അവസാനം അവർ മരണപ്പെടുന്ന സമയത്ത് കുടുംബത്തെ പോലും തിരിഞ്ഞു നോക്കാതെ
അവരുടെ മരണത്തിന്റെ പങ്ക് പറ്റി ജീവിക്കുന്നവരായിട്ട് നിങ്ങൾ മാറുമ്പോൾ പാടില്ല. ഞങ്ങളത് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എത്ര വെട്ടിയെറിഞ്ഞാലും ആ അരിയുന്നതിൽ നിന്നും 10,000-കണക്കിന് വരുന്ന ചെറുപ്പക്കാർ പുതിയതായിട്ട് ഉയർന്നു വരുന്നത്. പേടിയില്ലാത്തത് ഇതാ ഡിവൈഎഫ്ഐയുടെ പതാകക്കകത്ത് ചുവന്ന നക്ഷത്രങ്ങളായി തിളങ്ങി നിൽക്കുന്നത് ഞങ്ങളെ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു പോയ ഞങ്ങളുടെ സഖാക്കളുടേതാണെങ്കിൽ, ഞങ്ങളുടെ സജിൻ ഷാഹുലിന്റെ, ഫാസിലിന്റെ, കുമ്പളത്തൊടിയിലെ ഷെരീഫിന്റെ, ധൻരാജിന്റെ, അങ്ങനെ ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ സഖാക്കളുടേതാണെങ്കിൽ ആ രക്തത്തെ നോക്കിയാണ് വാനിലേക്ക് മുഷ്ടി ചുരുട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊണ്ട മുട്ടുമാറുച്ചത്തില് ഓരോ ഡിവൈഎഫ്ഐക്കാരനും ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നതെങ്കിൽ അവസാനത്തെ ഡിവൈഎഫ്ഐക്കാരന്റെ കയ്യിൽ നിന്നും ആ പതാക ഊർന്നു വീഴുന്നത് വരെ ഈ നാട്ടിനെ സംരക്ഷിക്കാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ മുദ്രാവാക്യങ്ങളായി ഏറ്റെടുത്ത് തെരുവിലേക്ക് ഇറങ്ങാൻ, വർഗീയതയെ എതിർക്കാൻ, മതനിരപേക്ഷതയ്ക്ക് കാവലാകാൻ ഞങ്ങളുണ്ടാകും. ആ ഞങ്ങൾക്ക് പുതിയങ്ങാടിയിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിപ്ലവാഭിവാദ്യങ്ങൾ.